ആശ്രയിക്കും. ഇന്നത്തെ രാത്രിയിലെ ദൈവവചന ധ്യാനത്തിനായിട്ട് 1 രാജാക്കന്മാർ 18-ാം അധ്യായം 21-ാമത്തെ വാക്യം വായിക്കാം. 1 Kings chapter 18 verse 21. അപ്പോൾ ഏലിയാവ് അടുത്തിയെന്ന് സർവ്വജനത്തോടും, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വയ്ക്കും? യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിക്കുവിൻ, ബാലെങ്കിലോ അവനെ അനുഗമിക്കുവിൻ എന്ന് പറഞ്ഞു. എന്നാൽ ജനം അവനോട് ഉത്തരം ഒന്നും പറഞ്ഞില്ല. പലപ്പോഴും പഴയ നിയമത്തിന്റെ പേജുകളിൽ ദൈവജനത്തിന്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ, പ്രവാചകന്മാരുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് പുതിയ നിയമവിശ്വാസികൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി രേഖപ്പെടുത്തിയിരിക്കുന്നതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ, കർത്താവിന്റെ വചനം തന്നെ നമ്മളോട് പറയുന്നു. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, 11-12 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു. ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. അപ്പോൾ ഈ പഴയ നിയമത്തിന്റെ താളുകളിൽ നമ്മൾ മനസ്സിലാക്കുന്ന ചില അനുഭവങ്ങൾ, ദൈവജനത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ദൈവം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച ചില വഴികളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ഈ പുസ്തകത്തിൽ എഴുതി നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇപ്പോൾ വായിച്ചതുപോലെ ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുക. കാരണം നിൽക്കുന്നു എന്ന് തോന്നുന്നവർ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. ഇവിടെ നമ്മൾ ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച ഈ അനുഭവം എന്ന് പറയുന്ന ഇസ്രയേലിന്റെ ജീവിത അനുഭവവുമായി ബന്ധപ്പെട്ട, ഇസ്രയേൽ എന്ന ആ വലിയ ജനത്തിന്റെ, ആ വലിയ രാജ്യത്തിന്റെ, അവരുടെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ, അവരുടെ നടപ്പിൽ, അല്ലെങ്കിൽ അവരെ വിളിച്ചിരിക്കുന്ന വിളിയിൽ നിന്ന്, ദൈവസ്ഥലത്തിൽ നിന്ന് അവർ എത്രമാത്രം അകന്നുപോയി എന്നുള്ളതിനെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു വേദഭാഗമാണ്. സമാനമായ ഒരു അനുഭവത്തിലൂടെയാണ് ഇന്ന് ദൈവജനം എന്ന് പറയുന്ന പലരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെയും ദൈവം വിളിച്ചിരിക്കുന്ന വിളിയിൽ നിന്ന് വളരെ അകലത്തിൽ ചിലർ യാത്ര ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഇവിടെ ഇപ്പോൾ ഈ വായിച്ചു കേട്ട വചനഭാഗത്തിൽ ഓർമ്മിപ്പിക്കുന്നതിൻ്റെ കൂട്ട് 2 തോണിയിൽ കാല് വയ്ക്കുന്ന അനുഭവം, 2 തോണിയിൽ കാല് വയ്ക്കുന്ന അനുഭവം, 2 ബോട്ടിൽ ഒരേ സമയം ഓരോ കാലുകൾ വെച്ച് പോകുന്ന ഒരു അനുഭവം എത്ര അപകടകരമായ ഒരു അനുഭവമാണ് നമ്മളത് മനസ്സിലാക്കണം. അപ്പൊ ഈ വചനത്തിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് ഏലിയാവ് ഇത് പറയുവാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചൊരു നമ്മൾ 2-3 മിനിറ്റ് ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പഴയ നിയമത്തിലുള്ള 39 പുസ്തകങ്ങളും പുതിയ നിയമത്തിലുള്ള 27 പുസ്തകങ്ങളും, മൊത്തം 66 പുസ്തകങ്ങൾ നമുക്കറിയാം വിശുദ്ധ വേദപുസ്തകം. ഈ 66 പുസ്തകങ്ങളും വിരൽ ചൂണ്ടുന്നത് ക്രിസ്തുവിലേക്കാണ്. അപ്പോൾ പഴയ നിയമത്തിൽ എല്ലാ പുസ്തകങ്ങളിലും നമ്മൾ സൂക്ഷിച്ച് പരിശോധിച്ച് ആ വചനത്തെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, യേശു ക്രിസ്തുവാണ് അവിടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത്. കാരണം ഓരോ അനുഭവങ്ങളിലൂടെ, ഓരോ ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ട് വായിച്ചു നോക്കുമ്പോൾ അവിടെയൊക്കെയും വരുവാനുള്ള മെശിഹായിലേക്ക് വിരൽ ചൂണ്ടിയാണ് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ വചനഭാഗത്തിലേക്ക് വരുമ്പോഴും മുന്നോട്ട് വരുന്ന കാലഘട്ടത്തിൽ ദൈവം തനിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്ന ഒരു ജനം തന്നിൽ നിന്ന് മാറി യാത്ര ചെയ്യുവാൻ, മാറിപ്പോകുവാൻ സാധ്യതയുണ്ട്. അതുണ്ടാകും എന്നുള്ള ആ ഒരു പ്രവചനത്തിൽ, അല്ലെങ്കിൽ ആ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് നോക്കിക്കൊണ്ടാണ് ഇവിടെ ഈ അനുഭവത്തെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. നമുക്കറിയാൻ പറ്റും, ശലോമോന്റെ കാലഘട്ടം വരെ ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രമായിരുന്നു. ഈ ഒരു രാഷ്ട്രം 2 രാഷ്ട്രമായി മാറിയതിന്റെ ചരിത്രം എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ശലോമോൻ പാപം ചെയ്തു. ശലോമോന്റെ പാപമാണ് 1 രാജാക്കന്മാർ 11-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ ശലോമോന്റെ പാപം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവസന്നിധിയിൽ നിന്ന് അവൻ എങ്ങനെ മാറിപ്പോയി എന്ന് കാണുവാനായിട്ട് കഴിയും. ദൈവിക പ്രമാണങ്ങളെയും ദൈവത്തിന്റെ നിയമങ്ങളെയും ലംഘിച്ച് ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ വഴിയിലൂടെ അവൻ യാത്ര ചെയ്തു. ശലോമോൻ എന്ന് പറയുന്നത് മറ്റൊരു രാജാവിനെ പോലോ മറ്റൊരു വ്യക്തിയെ പോലോ അല്ല. ദൈവശബ്ദം കേട്ടവനാണ്, ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചവനാണ്, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യനാണ് ശലോമോൻ എന്ന് പറയുന്നത്. കാരണം ശലോമോനെ പോലെ അതിന് മുന്നും അതിന് പിന്നിലും ഒരു രാജാവ് ഉണ്ടായിട്ടില്ല. രാജാവ് പോയിട്ടൊരു വ്യക്തിത്വം ഉണ്ടായിട്ടില്ല ഈ ലോകത്തിൽ, ഈ ഭൂമിയിൽ. കാരണം അത്രമാത്രം ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിച്ച ഒരു മനുഷ്യന് എങ്ങനെ ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോകുവാനായിട്ട് കഴിയും? ദൈവത്തിനെതിരെ നിൽക്കുവാനായിട്ട് കഴിയും? ദൈവത്തെ ഭയമില്ലാതെ ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോകുവാനായിട്ട് കഴിയുമെന്നുള്ള തെളിവ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ്.
ശലോമോൻ വീണു പോകുവാൻ സാധ്യതയുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മളൊക്കെ വീണു പോകാനുള്ള സാധ്യതയുണ്ട്. ദൈവശബ്ദം കേട്ടവൻ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ, ദൈവം പ്രത്യക്ഷപ്പെട്ടവൻ, ഈ ഒരു വ്യക്തി ഇത്രയും അനുഗ്രഹങ്ങൾ പ്രാപിച്ച് തനിക്കറിയാം യഹോവയിൽ നിന്ന് താൻ പ്രാപിച്ചതാണെന്നുള്ളത്. അത് മാത്രമല്ല, ദേവാലയത്തിന്റെ പ്രതിഷ്ഠാ സമയത്ത് ശലോമോൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളും ആ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ദൈവമഹത്വവും ദൈവസാന്നിധ്യവും ആലയത്തിന്റെ ഉള്ളിൽ വന്ന് നിറഞ്ഞു കവിയുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് വചനത്തിൽ. ഇത്രയുമൊക്കെ ഒരു അനുഭവത്തിൽ നിന്ന ഒരു വ്യക്തി ജഡസുഖത്തിനു വേണ്ടി, ലോകസുഖത്തിനു വേണ്ടി, ധനമാഹാത്മ്യം വർദ്ധിച്ചപ്പോൾ, പേരും പെരുമയും വന്നപ്പോൾ എങ്ങനെ സൃഷ്ടാവിൽ നിന്ന് നോട്ടം മാറി സൃഷ്ടിയിലേക്ക് വന്നു, ഈ താൽക്കാലികമായിരിക്കുന്ന സുഖങ്ങളിൽ താൻ എങ്ങനെ ആശ്രയിച്ചു എന്നുള്ളത് വചനത്തിൽ നാം പഠിക്കുമ്പോൾ ദൈവമക്കളെ, നമ്മളൊക്കെ എത്രമാത്രം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു, നമ്മളൊക്കെ വീഴാൻ എത്രമാത്രം സാധ്യതയുള്ളവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ എൻ്റെ പോയിന്റിലേക്ക് കടന്നു വരട്ടെ. അങ്ങനെ ഒരു രാഷ്ട്രം രണ്ട് രാഷ്ട്രമായി തീർന്നത് ഈ ശലോമോൻ ചെയ്ത പാപത്തിലൂടെയാണ്. ശലോമോൻ പാപം ചെയ്തപ്പോൾ നമുക്കറിയാൻ പറ്റും, ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? ഈ 12 ഗോത്രങ്ങൾ എന്നുള്ളത് 10 ഗോത്രത്തെ ഒരു രാജ്യമാക്കി മാറ്റി, 2 ഗോത്രത്തെ മറ്റൊരു രാജ്യമാക്കി മാറ്റി. ആ 10 ഗോത്രങ്ങൾ ചേർന്നുള്ള രാജ്യത്തെയാണ് വടക്കേ രാജ്യമെന്ന് വിളിക്കുന്നത്. നോർത്തേൺ കിങ്ഡം, ആ വടക്കേ രാജ്യമെന്ന് വിളിക്കുന്ന ആ വടക്കേ രാജ്യത്തെയാണ് ഇസ്രയേൽ എന്ന് വിളിക്കുന്നത്. തെക്കേ രാജ്യമാണ് യഹൂദ. യഹൂദ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അതിന് ജൂത എന്ന് പറയും. ജൂത, കിങ്ഡം ഓഫ് ജൂത. ഈ ജൂത എന്ന് പറയുന്നതിനകത്ത് 2 ഗോത്രങ്ങളാണ് വന്നിരിക്കുന്നത്. ഒന്ന് യഹൂദ ഗോത്രവും മറ്റേത് ബെന്യാമിൻ ഗോത്രവും. ജൂത ആൻഡ് ബെഞ്ചമിൻ, ഈ 2 ഗോത്രങ്ങൾ തിരഞ്ഞാണ്. അപ്പൊ ഈ യഹൂദ രാജ്യത്തിലാണ് യെരുശലേം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ യെരുശലേം ദേവാലയം എന്ന് പറയുന്നത് യഹൂദ രാഷ്ട്രത്തിലാണ്, അല്ലെങ്കിൽ തെക്കേ രാജ്യത്തിലാണ് വന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഇസ്രയേലിന്റെ ആദ്യത്തെ രാജാവ് എന്ന് പറയുന്ന നാബോത്തിന്റെ മകനായ യൊരോബെയാമാണ്. ഈ യൊരോബെയാം എന്ത് ചെയ്തു എന്നറിയാമോ? ഇസ്രയേൽ, ഈ 10 ഗോത്രങ്ങളിലുള്ളവരാരും തന്നെ ഈ വടക്കേ രാജ്യത്തിൽ നിന്ന് തെക്കേ രാജ്യമായ യഹൂദയിലേക്ക് കടന്നു വന്ന യെരുശലേമിലുള്ള ദൈവാലയത്തിൽ ആരാധിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ഈ യഹൂദയിലേക്ക് കടന്നു വന്നിട്ട് പിൽക്കാലത്ത് യഹൂദയിലെ രാജാവായിരിക്കുന്ന ശലോമോന്റെ മകനായ രഹബെയാമിനോട് ചേർന്ന് തന്നെ പുറത്താക്കാതിരിക്കാൻ തക്കവണ്ണം ഈ യൊരോബെയാം എന്ന് പറയുന്ന ഇസ്രയേൽ രാജാവ് എന്ത് ചെയ്തെന്നറിയാമോ? ഇസ്രയേലിൽ തന്നെ 2 സ്ഥലത്ത് 2 പൂജാഗിരികൾ അവൻ ഉണ്ടാക്കി. ഒന്ന് ബഥേലിലും മറ്റത് ദാനിലും. അവിടെ അവൻ പ്രതിഷ്ഠിച്ചത് ആരെയാണെന്നറിയാമോ? 2 കാളക്കുട്ടികളെയാണ് ഉണ്ടാക്കിയത്. കാളക്കുട്ടികളെ ഉണ്ടാക്കിയിട്ട് ഒരു കാളക്കുട്ടിയെ ബഥേലിലും മറ്റേ കാളക്കുട്ടിയെ ദാനിലും, അതായത് ഈ വലിയ രാഷ്ട്രത്തിന്റെ 2 ഭാഗങ്ങളിലായിട്ട് അവൻ സ്ഥാപിച്ചു പൂജാഗിരികൾ. എന്നിട്ട് ജനത്തോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? നിങ്ങൾ ഇനി മുതൽ യെരുശലേമിലേക്ക് പോകരുത്, യഹൂദ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് പോകരുത്. നിങ്ങൾക്ക് യഹോവയെ ഇവിടെ ആരാധിക്കാം. ഈ കാളക്കുട്ടികൾ എന്ന് പറയുന്നത് നിങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന യഹോവയാണ് എന്നാണ് അവൻ പറഞ്ഞത്. ഈ 12-ാം അധ്യായത്തിൽ ഞാൻ ആ വാക്യം ഒന്ന് വായിക്കും. ഇതൊക്കെ എത്ര ഭയാനകമായ വാക്യങ്ങളാണെന്ന് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അവിടെ 12-ാമത്തെ അധ്യായത്തില് 12-ാം അധ്യായത്തിൽ അവൻ എഴുതിയിരിക്കുകയാണ്, കാരണം എഴുതിയിരിക്കുന്നു, ഈ ജനം യെരുശലേമിൽ യഹോവയുടെ ആലയത്തിൽ യാഗം കഴിക്കുവാൻ ചെന്നാൽ ഈ ജനത്തിന്റെ ഹൃദയം യഹൂദ രാജാവായ രഹബെയാം എന്ന തങ്ങളുടെ യജമാനെങ്കിലേക്ക് തിരികെയും അവർ എന്നെ കൊന്ന് യഹൂദ രാജാവായ രഹബെയാമിന്റെ പക്ഷം ചേരുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ആകയാൽ രാജാവ് ആലോചിച്ചു, രാജാവ് എന്ന് പറയുന്നത് യൊരോബെയാം രാജാവ് ആലോചിച്ച് പൊന്നുകൊണ്ട് 2 കാളക്കുട്ടിയെ ഉണ്ടാക്കി, നിങ്ങൾ യെരുശലേമിൽ പോയത് മതി, ഇസ്രയേലെ, ഇതാ നിന്നെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവം എന്ന് അവരോട് പറഞ്ഞു. അവൻ ഒന്നിനെ ബഥേലിലും മറ്റേതിനെ ദാനിലും പ്രതിഷ്ഠിച്ചു. ശ്രദ്ധിച്ചു നോക്കിയേ. അപ്പൊ യൊരോബെയാം ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ജനം എന്ത് ചെയ്യുന്നറിയാമോ? യഥാർത്ഥ ആലയത്തിലേക്ക് കടന്നു വരാതെ ഈ പൂജാഗിരികളിൽ ഈ കാളക്കിടാക്കളെ ആരാധിക്കാനായിട്ട് തുടങ്ങി. ആരുടെ നാമത്തിൽ ആരാധിക്കുന്നത്? യഹോവയുടെ നാമത്തിൽ ആരാധിക്കുന്നത്. ചിന്തിച്ചു നോക്കണം, ഒരു വലിയ അപകടം അവിടെയുണ്ട്. ചെയ്യുന്നത് യഹോവയുടെ നാമത്തിലാണ്, വിളിച്ചപേക്ഷിക്കുന്ന യഹോവയുടെ നാമത്തിലാണ്, അവർ പറയുന്ന ന്യായപ്രമാണം യഹോവയുടെ നാമത്തിലാണ്. പക്ഷെ മുമ്പിലിരിക്കുന്ന ആരാണ്? കാളക്കുട്ടിയാണ്. അപ്പൊ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, വെറുതെ നാമം വിളിച്ചത് കൊണ്ട് കാര്യമായില്ല. പ്രമാണത്തിന് വിരുദ്ധമായി, ദൈവം കൽപ്പിച്ചതിന് വിരുദ്ധമായി നമ്മൾ എന്ത് ചെയ്താലും അത് വിഗ്രഹാരാധനയായി മാറും. ഇന്ന് പല സഭകളിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും, യേശുവിന്റെ നാമം പറഞ്ഞ് പലതും ചെയ്യുന്നുണ്ട്, പക്ഷെ ചെയ്യുന്നത് പലതും ദൈവവചനത്തിന്റെ പ്രമാണത്തിന് വിരുദ്ധമായിട്ടാണ്.
അപ്പോൾ സഹോദരങ്ങളെ, ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇത് ചെയ്യുന്നു, യേശുവിന്റെ നാമത്തിലല്ലേ അത് ചെയ്യുന്നത്, യേശുവിന്റെ നാമത്തിലല്ലേ ദാനധർമ്മം ചെയ്യുന്നത്, യേശുവിന്റെ നാമത്തിലല്ലേ ഈ ഫംഗ്ഷൻ നടത്തുന്നത്, അങ്ങനെയൊന്നും പറഞ്ഞിട്ടല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. യേശുവിന്റെ നാമം പറയുന്നുണ്ടാകാം. ഇവിടെ നോക്കിക്കേ, യഹോവയുടെ നാമമാണ് പറഞ്ഞത്. പക്ഷേ ആ യെരോബെയാം എന്ന് പറയുന്ന രാജാവിന്റെ സന്തതി മുഴുവനും നശിക്കത്തക്കവണ്ണം, അവന്റെ കുലം മുടിഞ്ഞു പോകത്തക്കവണ്ണം അവന്റെ കുടുംബത്തെ ദൈവം തകർത്തു എന്നുള്ളത് മനസ്സിലാക്കണം. അത് മാത്രമല്ല, യെരൂശലേമിൽ വിഗ്രഹാരാധന കൊണ്ടുവന്നതിന്റെ ഒരു പങ്കാണ് ഈ രാജാവ്. ഈ രാജാവ് തുടങ്ങി വെച്ച ഈ മ്ലേച്ഛകരമായ അനുഭവമാണ് പിന്നീട് വന്ന രാജാക്കന്മാരിൽ ഭൂരിപക്ഷം പേരും അനുഗമിച്ച് അതിനെ പിന്തുടർന്നത്. അങ്ങനെ ഇസ്രയേൽ രാഷ്ട്രത്തിൽ വിഗ്രഹാരാധന കൊണ്ടുവന്നതിന്റെ കാരണമാണ് ഇപ്പൊ നമ്മൾ വായിച്ചു കേട്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ യേശുവിന്റെ നാമം മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, യേശുവിന്റെ നാമത്തിൽ ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവവചനത്തിന്റെ പ്രമാണപ്രകാരമാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാന വിഷയം. കാരണം ദൈവ സാന്നിധ്യം താൻ പറഞ്ഞ പ്രമാണത്തിൽ നിൽക്കുന്നവരോട് കൂടിയാണ് ദൈവം നിൽക്കുന്നത്. പ്രമാണത്തിന് വിരുദ്ധമായി നാം എന്ത് ചെയ്താലും, എത്രമാത്രം പ്രമാണത്തിന് വിരുദ്ധമായി എന്ത് ചെയ്താലും കർത്താവ് നമുക്കെതിരായിട്ട് നിൽക്കും. അത് നമ്മൾ മനസ്സിലാക്കണമേ. അപ്പോൾ ഈ ചരിത്രത്തിലേക്ക് ഒന്ന് കടന്നു വരാം. എന്നിട്ട് ഇസ്രായേൽ പിന്നെയും പാപം ചെയ്ത് മുന്നോട്ട് പോയി. അങ്ങനെ ഈ 18-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അന്നത്തെ ഇസ്രായേലിന്റെ രാജാവ് എന്ന് പറയുന്നത് ആഹാബാണ്. ആഹാബിനെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും. ആഹാബിനെ കുറിച്ച് നാം പറഞ്ഞു കഴിയുമ്പോൾ അവിടെ ഇസബേലിനെ കുറിച്ചും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ ആഹാബും ഇസ്രായേലും ഒക്കെ ഇസബേലും ഒക്കെ വന്നു കഴിഞ്ഞ സമയത്ത് വിഗ്രഹാരാധന മൂർച്ഛിച്ചിരിക്കുന്ന സന്ദർഭമാണ്. അങ്ങനെ വിഗ്രഹാരാധന മൂർച്ഛിച്ച് യഹോവയിൽ നിന്ന് ഈ ജനം മാറിക്കഴിഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? യഹോവയായ ദൈവം ഏലിയാവിനെ ആഹാബിന്റെ അടുക്കിലേക്ക് അയച്ചു. ഏലിയാവ് ആഹാബിന്റെ അടുത്തു നിന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി ഈ ഇസ്രായേൽ ദേശത്ത് മഴ പെയ്യത്തില്ല. ദൈവം ഒരു ശോധന അയക്കുക, തൻ്റെ ജനം തന്നിലേക്ക് മടങ്ങി വരുന്നതിന് വേണ്ടി. അങ്ങനെ 3 വർഷം ഇസ്രായേലിൽ മഴ പെയ്യാതിരുന്നിട്ട് 3 വർഷത്തിന്റെ അവസാനം കഴിഞ്ഞിട്ട് വീണ്ടും ഏലിയാവ് ആഹാബിന്റെ അടുക്കലേക്ക് വന്ന് പറഞ്ഞു, ഞാൻ ഇവിടെ ദൈവത്തിൽ നിങ്ങൾ അകന്നു പോയത് കൊണ്ടുവന്ന ശിക്ഷയായത്, ഇനി ഞാൻ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്നിട്ട് അതിനു മുമ്പ് ഏലിയാവ് പറഞ്ഞതെന്നറിയാമോ? ഇസ്രായേൽ ജനത്തെ മുഴുവനും നീ കർമ്മേൽ പർവ്വതത്തിലേക്ക് കൊണ്ടുവരണം. അവരൊരു തീരുമാനം എടുക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. അവരാരുടെ കൂടെയാണ് നിൽക്കാൻ പോകുന്നതെന്ന്. അത് മാത്രമല്ല, അവരെ വഴിതെറ്റിക്കുന്ന, അവരിപ്പോൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങളുണ്ടല്ലോ, അവര് തങ്ങൾ ബലിയർപ്പിക്കുന്ന മിഥ്യാ ദൈവങ്ങളുണ്ടല്ലോ, അശേര പ്രതിഷ്ഠ, അതുപോലെ തന്നെ ബാല്, ഇതിന്റെയൊക്കെ പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും കൂടെ വരുത്താൻ പറഞ്ഞു കർമ്മേലില്. നമ്മളൊരു തീരുമാനം എടുക്കാൻ പോവുകയാണ്. ഇവിടെ ദൈവമഹത്വം വെളിപ്പെടാനായിട്ട് പോവുക. അങ്ങനെ ഏലിയാവ് പറഞ്ഞതനുസരിച്ച് ആഹാബ് എന്ത് എന്ന് ചോദിച്ചാൽ, ബാലിന്റെ 450 പ്രവാചകന്മാർ അല്ലെങ്കിൽ പുരോഹിതന്മാരെ കൊണ്ടുവന്നു. അതോടുകൂടെ ഇസബേലിന്റെ കൊട്ടാരത്തിൽ അല്ലെങ്കിൽ ഇസബേലിന് വേണ്ടി യാഗമർപ്പിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്ത അശേര വിഗ്രഹത്തിന്റെ അല്ലെങ്കിൽ അശേര പ്രവാചകന്മാര് വേറെ 400 പേര്. അങ്ങനെ 400-450 850 പ്രവാചകന്മാരെയും ഈ കർമ്മയിലേക്ക് കൊണ്ടുവന്നു. നമ്മൾ ചിന്തിക്കണമേ, 850 പ്രവാചകന്മാർ, ബാലിന്റെയും അശേരായുടെയും 850 പ്രവാചകന്മാർ, ഇസ്രായേൽ ജനം മുഴുവനും ഇവർ ഒന്നിച്ച് കർമ്മേൽ പർവ്വതത്തിൽ വന്ന് നിൽക്കുകയാണ്. അതിന്റെ മധ്യത്തിൽ ഒരു വശത്ത് ആരാ നിൽക്കുന്നത് അറിയാമോ? ഏലിയാവ് മാത്രം യഹോവയ്ക്ക് വേണ്ടി നിൽക്കുന്നു. നമ്മൾ ചിന്തിക്കേണ്ടതാ. ഒരു കാര്യം മനസ്സിലാക്കണമേ, പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കൂടുതൽ ജനം എവിടെ നിൽക്കുന്നുവോ നമ്മൾ അവിടേക്കാണ് നമ്മുടെ കണ്ണു പോകുന്നത്. കൂടുതൽ ജനം എന്തു പറയുന്നുവോ അത് ശരിയാണെന്നുള്ള പ്രലോഭനത്തിലേക്കാണ് നമ്മൾ വീണു പോകുന്നത്. പക്ഷെ ഇവിടെ നോക്കിക്കേ, കൂടുതൽ എന്നുള്ളതല്ല, ഒരു വശത്ത് ഒരൊറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ, അത് ഏലിയാവ്. മറ്റേ വശത്തേക്ക് നോക്കിയേ, ഇസ്രായേൽ ജനം മുഴുവനുമുണ്ട്. അത് മാത്രമാണോ? പ്രബലന്മാരായിരിക്കുന്ന പ്രവാചകന്മാർ അവിടെ നിൽക്കുന്നു. 400-450 850 പ്രവാചകന്മാർ നിൽക്കുന്നു. അത് മാത്രമാണോ? രാജാവ് അവരുടെ പക്ഷത്താണ്. രാജകിങ്കരന്മാർ, രാജ്യത്തിന്റെ പരിവാരങ്ങള്, ആ വിലവ് എല്ലാവരും അവിടെയാ. നോക്കിയേ, ഒരു രാജാവിനോ എന്ന് പറയുമ്പോൾ അതിന് മന്ത്രിമാരുണ്ട്, അതിന് മിലിറ്ററി ഓഫീസേഴ്സ് കാണും, സൈന്യാധിപന്മാർ കാണും. ഈ ഇസ്രായേൽ ജനം മുഴുവനും എന്ന് പറയുമ്പോൾ അതിനകത്ത് വിദ്യാഭ്യാസമുള്ളവർ, വിലയുള്ളവർ, നിലയുള്ളവര് എല്ലാവരുമുണ്ട്. നിങ്ങൾ നോക്കി, അതെല്ലാവരും ഒരു പക്ഷത്ത് നിന്ന് അവർ പറയുന്നതാണ് ശരിയെന്ന് പറയുമ്പോൾ മറുപക്ഷത്ത് യഹോവയുടെ സന്നദ്ധയിൽ നിൽക്കുന്ന ഒരൊറ്റ മനുഷ്യൻ ഏലിയാവ്. ഞാൻ സ്വാഭാവികമായിട്ടൊന്ന് ചോദിക്കട്ടെ സഹോദരങ്ങളെ, നമ്മൾ ഈ കൂട്ടത്തിൽ ആരോടുകൂടെ നിൽക്കും? ഈ ഒരു മനുഷ്യൻ പറയുന്നതാണോ ശരിയെന്ന് പറയുന്നത്? അതോ ആയിരക്കണക്കിന് മനുഷ്യരും സൈന്യബലവുമുള്ള രാജാവ് നിൽക്കുന്നിടത്ത് ഭരണാധികാരികൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ വലിയ ജ്ഞാനികൾ നിൽക്കുന്ന അവർ പറയുന്നതാണോ ശരി?
പലപ്പോഴും നമ്മുടെ ജീവിതം ഈ ഒരു ചോദ്യത്തിന് മുമ്പിൽ നമ്മൾ പലപ്പോഴും പതറിപ്പോകാറുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവവചനം ഉടനീളം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് വലിയ ജനക്കൂട്ടത്തിന്റെ കൂടെയല്ല ദൈവം നിൽക്കുന്നത്. ദൈവം നിൽക്കുന്നത് തന്റെ പ്രമാണത്തിൽ ഉറച്ചു നിൽക്കുന്നവരോടുകൂടെയാണ്. ആര് ദൈവത്തിന് വേണ്ടി പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നുവോ ആ വ്യക്തി ഒരാളെ ഉള്ളെങ്കിലും അവരോടുകൂടെ ദൈവം നിൽക്കും. അത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ 18-ാമത്തെ താഴേക്ക് വായിച്ചു വരുമ്പോൾ ഏലിയാവ് യാഗം അർപ്പിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും, യഹോവയുടെ അഗ്നി അവിടേക്ക് ഇറങ്ങി വന്ന് ഹോമയാഗത്തെ ദഹിപ്പിക്കുന്നതായിട്ട്, വിറകിനെ ദഹിപ്പിക്കുന്നതായിട്ട്. അത് മാത്രമല്ല, അവിടെയുള്ള മണ്ണ് പോലും, അല്ലെങ്കിൽ അവിടെ അവിടെ ഒഴിച്ചിരുന്ന വെള്ളം പോലും, ആ തോട്ടിലെ വെള്ളം പോലും യഹോവയുടെ തീയാൽ അത് വറ്റിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യഹോവയുടെ മഹത്വം അവിടെ ഇറങ്ങി വന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇതെന്നെ പഠിപ്പിക്കുന്നത്, നിങ്ങളെ പഠിപ്പിക്കുന്ന ഇതാണ്. കർത്താവിന്റെ നാമത്തിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ ലോകത്തിന്റെ ഏത് കോണിലും ഏത് സാഹചര്യങ്ങളിലും ആയിക്കൊള്ളട്ടെ, നമുക്കെതിരെയുള്ളവരായിരങ്ങളായിരിക്കാം, നമ്മളെക്കാൾ പ്രബലരായിരിക്കാം, നമ്മളെക്കാൾ ജ്ഞാനമുണ്ടെന്ന് അവകാശപ്പെടുന്നവരായിരിക്കാം, ലോകം അംഗീകരിക്കുന്നവരായിരിക്കാം അവര്. പക്ഷേ ഈ ക്രെഡൻഷ്യൽസ് ഒന്നും നമുക്കില്ലെങ്കിൽ തന്നെയും ദൈവവചനത്തിന്റെ പ്രമാണത്തിന് വേണ്ടിയാണ് നാം നിൽക്കുന്നതെങ്കിൽ, ദൈവശബ്ദത്തിന് വേണ്ടിയാണ് നിൽക്കുന്നതെങ്കിൽ, ദൈവിക സത്യത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ, അതിന് വില കൊടുക്കേണ്ടി വന്നാലും, എല്ലാവരാലും നിന്ദിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ത്യജിക്കപ്പെടുകയും ഒരുപക്ഷെ ഉപദ്രവിക്കപ്പെടുകയും ചെയ്യുമെന്നാലും തക്ക സമയത്ത് ദൈവത്തിന്റെ മഹത്വം നമുക്ക് വേണ്ടി ഇറങ്ങുന്നത് കാണുവാൻ്റെ കോണം നമുക്ക് കഴിയും. അതിന്റെ കാഴ്ചയെ നമുക്കൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമുക്കറിയാം, ആ സംഭവം നടക്കുന്നതിന് മുമ്പ്, ഈ യഹോവയുടെ തീ ഇറങ്ങുന്നതിന് മുമ്പ്, ഇത്രയും വലിയ ജനത്തിന്റെ മുമ്പാകെ നിന്നുകൊണ്ട് ഏലിയാവ് പറയുന്ന വാക്കുകളാണ് നമ്മൾ പ്രാരംഭത്തിൽ കേട്ടത്. ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാല് വയ്ക്കും. ഇസ്രയേലിന്റെ കുഴപ്പം എന്തെന്ന് ചോദിച്ചാൽ, ഇസ്രയേൽ അവർ പറയുകയാണ്, ലോകത്തോട് പറയുന്നു, അവർ തമ്മിൽ പറയുന്നു, നമ്മൾ യഹോവയുടെ ജനമാണ്, യഹോവയുടെ നാമം അവർ പറയും, ഞങ്ങൾ വീണ്ടെടുക്കപ്പെട്ട ജാതിയാന്ന് പറയുന്നുണ്ട്, ഞങ്ങളുടെ ദൈവം സർവശക്തനായ യഹോവയാന്ന് പറയുന്നുണ്ട്. പക്ഷെ അവരുടെ ജീവിതം ബാലിനു വേണ്ടിയുള്ള ജീവിതമാണ്, അവരുടെ ജീവിതം അശേരയ്ക്ക് വേണ്ടിയുള്ള ജീവിതമാണ്. അതുകൊണ്ടാണ് ഏലിയാവ് പറഞ്ഞത്, നിങ്ങൾ എത്രത്തോളം ഈ 2 തോണിയിൽ കാല് വെച്ചുകൊണ്ടിരിക്കും. യഹോവ ദൈവമാണെങ്കിൽ അവനോട് കൂടെ നിൽക്ക്. അതല്ല, ബാലാണ് ദൈവമെങ്കിൽ നിങ്ങൾ അവനോട് കൂടെ പോ. നിങ്ങൾ എന്തിനാണ് ഈ 2 തോണിയിലും ഒരുപോലെ കാല് വെക്കുന്നത്? എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. നമ്മുടെ ജീവിതത്തിലും ഈ 2 തോണിയിൽ പലപ്പോഴും കാല് വയ്ക്കുന്ന അനുഭവം നമ്മളിൽ പലരുടെയും ജീവിതത്തിൽ കാണാം. നാം വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലാണെന്ന് പറയുന്നു, നാം ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ നാം പെന്തിക്കോസുകാരനാണ്, വിശ്വാസിയാണെന്ന് പറയുന്നു. അതേ സമയം തന്നെ നാം ഈ ലോകത്തിന് വേണ്ടി നിൽക്കുന്നവരാ. സൺഡേയിൽ മാത്രം, അല്ലെങ്കിൽ ആരാധനയുള്ള ദിവസം മാത്രം ദൈവത്തിന്റെ നാമവും മഹത്വവും കൊടുത്തിട്ട് ദൈവത്തിന്റെ നാമം എടുത്തുകൊണ്ട് സഭയ്ക്കുള്ളിലേക്ക് വരുന്നു. എന്നാൽ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള നമ്മുടെ ജീവിത രീതികൾ, ജീവിത മൂല്യങ്ങൾ, ജീവിത ലക്ഷ്യങ്ങൾ, ജീവിതത്തിന്റെ വഴികൾ, അതിന്റെ ശൈലികൾ എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള മറ്റേതൊരു മനുഷ്യനെയും പോലെയാണ്. ഇവിടെയും പറഞ്ഞതുപോലെ തന്നെ നമ്മൾ 2 തോണിയിലാണ് കാലുവെക്കുന്നത്. നമുക്കുമുള്ളത് 2 മുഖമാണ്. സഭയിലേക്ക് വരുമ്പോൾ ഒരു മുഖം, സഭയുടെ വെളിയിൽ വേറൊരു മുഖം. അപ്പൊ ഇവിടെ കർത്താവ് ശക്തമായിട്ടാണ് ഈ ഒരു ആലോചന കൊടുക്കുന്നത്. ഇവിടെ ഏലിയാവ് പറയുന്നതിന്റെ കൂട്ട്, യഹോവ ദൈവമെങ്കിൽ നിങ്ങൾ അവനെ അനുഗമിക്കുവിൻ, ബാലെങ്കിലോ അവനെ അനുഗമിക്കുവിൻ എന്ന് പറഞ്ഞു. അവിടെ പറയുന്നത്, ജനം ഒരു ഉത്തരവും പറഞ്ഞില്ല. ജനം ഇത് കേട്ടിട്ട് മിണ്ടാതെ നിന്നു എന്ന് പറഞ്ഞാൽ, ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇൻഡിസിഷൻ എന്ന് പറഞ്ഞാൽ അവർ ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അവർക്കൊന്നും പറയാനില്ല. അവർ ചെയ്യുന്നത് ശരിയാണെന്ന് അവർക്ക് തോന്നുകയാണ്. എന്നെ കേൾക്കുന്ന മക്കളെ, നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണ്. ഈ ശബ്ദം നമ്മളോടാണ് കർത്താവ് സംസാരിക്കുന്നത്, അല്ലേ? നിങ്ങൾ 2 തോണിയിലാണോ കാല് വെച്ചിരിക്കുന്നത്? നമ്മൾ വളരെ ചില കാര്യങ്ങൾ ഇതിനകത്തൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത് തന്നെയാണ് ജോഷുവയുടെ പുസ്തകത്തിൽ, ഇതിന് കുറച്ച് കാലഘട്ടത്തിന് മുമ്പ് ജോഷുവയുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ജോഷുവയുടെ പുസ്തകം 24-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ, കനാൻ ദേശത്തിലേക്ക് കടന്നു വന്ന ജനം, ഇത് ജോഷുവ ഒത്തിരി പ്രായമായി മരിക്കാറാകുന്ന ആ സന്ദർഭത്തില് നമുക്കറിയാം, ദൈവജനത്തെ മോശയ്ക്ക് ശേഷം ജോഷുവയാണ് ദൈവജനത്തെ നയിച്ച് കനാൻ ദേശത്തേക്ക് കൊണ്ടുവന്നു. അവർക്ക് അവരുടെ ആ ഇൻഹെറിറ്റൻസ്, അവർക്ക് ദൈവം പറഞ്ഞിരിക്കുന്ന സ്ഥലമൊക്കെ അവർക്ക് അവകാശമായിട്ട് ഓരോരുത്തർക്ക് വിവാഹിച്ചു കൊടുത്തു. നമുക്കറിയാം, ഇസ്രായേൽ ജനം കനാൻ ദേശത്തേക്ക് കടന്നു വന്നപ്പോൾ ദൈവം അവർക്ക് പ്രമാണം കൊടുത്തിരുന്നു മോശയിലൂടെ. അവരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ അന്യ ജനവുമായിട്ട് ഇടപഴകരുത്, കനാൻ ദേശത്തിലെ കനാന്യ ജാതികളുമായിട്ട് നിങ്ങൾ ഇടപഴകരുത്, അവരുടെ വഴികളെ നിങ്ങൾ പഠിക്കരുത്.
അവരുടെ വിഗ്രഹങ്ങളെ നിങ്ങൾ ആരാധിക്കരുത്, അന്യദൈവങ്ങളെ നിങ്ങൾ നമസ്കരിക്കരുത്, നിങ്ങളുടെ പുത്രന്മാരോടോ പുത്രിമാരെ വിവാഹം കഴിക്കരുത്, അവരുടെ പുത്രന്മാർക്ക് നിങ്ങളുടെ പുത്രിമാരെ കൊടുക്കരുത്, നിങ്ങൾ തമ്മിലൊരു അവിഹിതമായ ബന്ധമുണ്ടാകരുത്. ഇങ്ങനെ ഒത്തിരി പ്രമാണങ്ങൾ കൊടുത്തിരുന്നു. എന്നാൽ എന്ത് പറ്റിയെന്നറിയാമോ? ഇസ്രായേൽ ജനം കനാൻ ദേശത്തേക്ക് കടന്നു വന്നപ്പോൾ ദൈവത്തിന്റെ പ്രമാണങ്ങളെ അവർ മറന്നു. ദൈവം അവർക്ക് കൊടുത്തിരുന്ന കൽപ്പനകളെ മറന്നിട്ട് അവർ അന്നേരത്തെ അവരുടെ സുഖത്തിന് വേണ്ടി, അന്നേരത്തെ താല്പര്യത്തിന് വേണ്ടി, ഈ ജനത്തോടുകൂടെ ചേർന്ന് പോകുവാൻ ആഗ്രഹിച്ച് അവർക്കുള്ള സ്വത്തുകളുടെ എടുക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ ഉദ്ദേശങ്ങൾ, അവർ ദൈവം പറഞ്ഞതിന് ഘടകവിരുദ്ധമായിട്ട് ആ ജനത്തോട് ചേർന്നു, കനാൻ ജനത്തോട് ചേർന്നു. അങ്ങനെ വന്നപ്പോൾ അവരോട് യോശുവ പറഞ്ഞ ഒരു വാക്ക് എവിടെയാണെന്നറിയാമോ? 24 യോശുവയുടെ പുസ്തകം 24:15 കാണാം. യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്ക് അക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കും എന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവിൻ. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇവിടെ ദൈവത്തിന്റെ ദാസനായ യോശുവ അവരോട് പറയാം, നിങ്ങൾ ഇന്നൊരു തീരുമാനമെടുക്കും, നിങ്ങൾക്ക് ആരെ വേണമെന്നുള്ളത്, ആരെ സേവിക്കണമെന്നുള്ളത്. യു ആർ ഫ്രീ ടു ചൂസ് ബിറ്റ്വീൻ ദീസ് ടു. യഹോവയെ സേവിക്കണമെങ്കിൽ നിങ്ങൾക്ക് യഹോവയെ സേവിക്കാം, അല്ലെങ്കിൽ അമോര്യരുടെ ദൈവങ്ങളെ സേവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമോര്യരുടെ ദൈവങ്ങളെ സേവിക്കാം, അതല്ല മറ്റേതെങ്കിലും അന്യ ദൈവങ്ങളെ സേവിക്കണമെങ്കിൽ സേവിക്കാം. പക്ഷെ ഒന്നുണ്ട്, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഏതൊരു കാലഘട്ടത്തിലും ഈ ഒരു വലിയ പ്രലോഭനത്തിന്റെ മധ്യത്തിലാണ് ദൈവത്തിന്റെ ജനം കടന്നു പോകുന്നത്. അവരായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തോടുള്ള അവരുടെ കടപ്പാടുകൾ, അല്ലെങ്കിൽ ദൈവത്തോടുള്ള അവരുടെ ബന്ധത്തിന് വിഘ്നം കൊണ്ടുവരുന്നത് ഈ ജഡത്തിൻ്റെതായ പ്രവർത്തികൾ, പിശാച് അവരുടെ മധ്യത്തിലേക്ക് കൊണ്ടുവരുന്നു, ജഡം അവരുടെ മധ്യത്തിലേക്ക് കൊണ്ടുവരുന്നു, ലോകം അവരുടെ മധ്യത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ദൈവത്തോടുള്ള അവരുടെ ഡിവോഷൻ, അവരുടെ കമ്മിറ്റ്മെന്റിൽ നിന്ന് അവരെ മാറ്റിക്കളയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത് തന്നെയാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മത്തായിയുടെ സുവിശേഷം 6:24 പറയുന്നത്, ഒരു ദാസനും 2 യജമാന്മാരെ സേവിപ്പാൻ കഴിയുകയില്ല. It is impossible for a servant to serve 2 masters at a time. 2 യജമാന്മാരെ സേവിക്കുവാൻ തക്കവണ്ണം ഒരു ഭൃത്യനും കഴിയുകയില്ല. അവിടെ പറയുന്നത്, അതിന്റെ അർത്ഥം there is no middle road for a Christian. നമുക്കൊരു റോഡിന്റെ മിഡിലൂടെ യാത്ര ചെയ്യുവാൻ തക്കവണ്ണം പറ്റത്തില്ല. നമുക്കറിയാമല്ലോ, വലിയ റോഡുകളിലൊക്കെ അങ്ങോട്ടുള്ള ട്രാഫിക് ഉണ്ട്, ഇങ്ങോട്ടുള്ള ഓൺവേർഡ് ട്രാഫിക്, റിട്ടേൺ ട്രാഫിക് ഉണ്ട്. അങ്ങോട്ട് ഓടുന്ന വണ്ടിയുണ്ട്, അതേ റോഡിൽ മറ്റേ സൈഡിൽ കൂടി ഇങ്ങോട്ട് ഓടുന്ന വണ്ടിയുണ്ട്. ഈ 2 വഴികളും തമ്മിൽ ഡിവൈഡ് ചെയ്യുവാൻ കൊണ്ട് നടുക്കൂരിൽ കട്ടി കൂടിയ ഒരു വര, ഒരു തിക്ക് ലൈൻ, വൈറ്റ് ലൈൻ വരയ്ക്കും, അല്ലെങ്കിൽ തിക്കായിട്ടുള്ള 2 ലൈൻ വരയ്ക്കും. അത് കാണിച്ചിരിക്കുന്ന എന്തിനെന്ന് ചോദിച്ചാൽ, ഇവിടുന്ന് പോകുന്ന വണ്ടികൾ അപ്പുറത്തേക്ക് കയറരുത്, അല്ലെങ്കിൽ അവിടുന്ന് വരുന്ന വണ്ടികൾ ഇപ്പുറത്തേക്ക് കയറരുത്. ആരെങ്കിലും ഈ വഴി ലംഘിച്ച്, ഈ അതിര് ലംഘിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ കയറിയാൽ നമുക്ക് പറയുവാൻ പറ്റും അപകടമാണ് സംഭവിക്കുന്നത്, അല്ലേ? കാലക്രമത്തിൽ പലപ്പോഴും ഈ വര മാഞ്ഞു പോകുവാനായിട്ട് സാധ്യതയുണ്ട്. ട്രാഫിക് കൂടി കഴിയുമ്പോൾ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ, ആ വര പുതുക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് മായുന്നതനുസരിച്ച് അത് വീണ്ടും വീണ്ടും വരച്ച് ഇല്ല എങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ? കാലക്രമത്തിൽ ഈ വര അങ്ങ് മാഞ്ഞു പോകും. അപ്പോ ഇതിൽ ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് അറിയത്തില്ല എവിടെയാണ് ഇതിന്റെ അതിർത്തി എന്ന്. അങ്ങനെ വരുമ്പോഴാണ് ചിലർ സൈഡ് ഇങ്ങനെ മാറി വരും, അപ്പുറത്തുനിന്ന് വരുന്ന വണ്ടിയും സൈഡ് മാറി വരും, അത് തമ്മിൽ കൂട്ടി കൊളായടി ചെയ്യും, ഇടിക്കും. ഇതുപോലെ തന്നെയാണ് ആത്മീയ ജീവിതത്തിലും. ഈ ലോകത്തിന്റെ ജീവിതം, ഈ ലോകത്തിന്റെ വഴി വേറെയാണെന്നും ദൈവമക്കളുടെ വഴി വേറെയാണെന്നും, അല്ലെങ്കിൽ കിങ്ഡം ഓഫ് ഗോഡ് വേറെയാണെന്നും കിങ്ഡം ഓഫ് എർത്ത് വേറെയാണെന്നും, ലോകത്തിന്റെ വഴി വേറെയെന്നും ദൈവമക്കളുടെ വഴി വേറെയെന്നും വളരെ വ്യക്തമായി വേർതിരിച്ചിരിക്കുന്നതാണ് ദൈവത്തിന്റെ തിരുവചനം. നടുക്ക് ദൈവത്തിന്റെ വചനമാണ് ബാലൻസിങ്. ഈ ദൈവവചനമാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. ഈ ദൈവവചനമാണ് പറയുന്നത് എവിടെ വരെ നമുക്ക് പോകാം, ഏതിനപ്പുറം നമ്മൾ പോകരുത്. വാട്ട് ഈസ് അവർ ലിമിറ്റ്? ഇത് ദൈവത്തിന്റെ വചനമാണ്. പക്ഷെ പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ദൈവം തന്നിരിക്കുന്ന പ്രമാണങ്ങൾ നമ്മൾ മറന്നു പോവുകയാണ്. ഈ ലോകത്തിന്റെ തിരക്കിനകത്ത്, അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട്, നാം പലതിനെയും ഇഷ്ടപ്പെടുന്നത് കൊണ്ട് നമ്മൾ മാറ്റിവെക്കുന്നത് ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ പ്രമാണങ്ങളുമാണ്. അങ്ങനെ ഈ വര തെറ്റി ഇപ്പുറത്തുകൂടെ പോകേണ്ടിയവൻ അപ്പുറത്തൂടെ പോകുന്നു. ചിലർക്ക് ഈ വരയൊന്നുമില്ല, അവരെല്ലായിടത്തും ഉണ്ട്. ദേ ആർ എവരിവെയർ. ലോകമേതാ, ദൈവമേതാ, സഭയേതാ, ഇതൊന്നും തിരിച്ചറിയാതെ വണ്ണം അന്ധനെ പോലെ ജീവിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, ദൈവം വെച്ചിരിക്കുന്ന ഡിവൈഡർ അവർ മറന്നുപോയിരിക്കുന്നു. നമ്മളത് മനസ്സിലാക്കേണ്ടതാ. അവർ ഇരുമനസ്സുള്ളവരായിട്ട് ജീവിക്കുക. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനം 1:18 പറയുന്നു, ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. ഇരുമനസ്സാ. ഇപ്പൊ ചിന്തിക്കുന്ന പോലെയല്ല പിന്നെ ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. ചില സമയത്ത് സെൻസിബിളായിട്ട് സംസാരിക്കും, ചില സമയത്ത് ദൈവഭയത്തോടെ നമ്മൾ സംസാരിക്കും. എന്നാൽ അടുത്ത ഒരു നിമിഷം, ചില മണിക്കൂർ കഴിയുമ്പോൾ ഈ ആളല്ല അവിടെ. കാരണം ആളെല്ലായിടത്തും ഉണ്ട്. നമ്മൾ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം സ്ഥിരബുദ്ധി നമ്മുടെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു.
അസ്ഥിരമായ ഹൃദയമാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ വചനം പറയുന്നു, ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് ഡിമാൻഡ്സ് ഫുൾ ലോയാലിറ്റി, കംപ്ലീറ്റ് ഡിവോഷൻ. നമ്മൾ കർത്താവിൻ്റെതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായ ഒരു സമർപ്പണമാണ് നമുക്ക് അവിടെ വേണ്ടത്, ഭാഗികമായിട്ടുള്ളതല്ല. കാരണം നമ്മൾ കർത്താവിൻ്റെതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെതാ. ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നമുക്കറിയാം, ഭാര്യ ഭർത്താവിൻ്റെതാണ് 100%, 100% ഒരു ഭർത്താവിൻ്റെത് മാത്രമാണ് ഭാര്യ. അതുപോലെ തന്നെ ഭാര്യയുടെ മാത്രമാണ് ഭർത്താവ്, അത് 100%, 100% കമ്മിറ്റ്മെന്റ് ആണ്, അല്ലേ? ഒരിക്കലും ഒരു ഭാര്യയ്ക്ക് ഭർത്താവ് അല്ലെങ്കിൽ ഒരു ഭാര്യയ്ക്ക് മറ്റൊരു പുരുഷനെ, ഭർത്താവിനെ കൂടാതെ മറ്റൊരു പുരുഷനെ കൂടെ തനിക്ക് സ്വന്തമാണെന്ന് പറയാൻ പറ്റില്ല ഒരിക്കലും. അതുപോലെ ഇതാണ് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ. സ്വർഗത്തിലെ കർത്താവ് യേശു എൻ്റെ കർത്താവാണെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ദൈവസഭയുടെ ഭാഗമായിരിക്കുന്ന ഞാൻ എൻ്റെ കർത്താവിൻ്റെ മണവാട്ടിയാണെന്ന് പറയുമ്പോൾ 100% ലോയലിറ്റി നമ്മുടെ കർത്താവിനോടെ ആയിരിക്കണം. നമ്മളിത് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഇതൊരു ചോയ്സാ സഹോദരങ്ങളെ. ഇവിടെ ജോഷുവ പറഞ്ഞിട്ട്, നിങ്ങൾ ഇന്ന് തീരുമാനിക്കണം, ചൂസ് ദിസ് ഡേ ഹൂ യു വോണ്ട് ടു സെർവ്. നിങ്ങൾ ആരെ സേവിക്കുന്നുവെന്ന് ഇന്ന് തീരുമാനിക്കണം ഇവിടെ വെച്ച്. നാളത്തേക്ക് മാറ്റി വെക്കരുത്. കാരണം നാളത്തേക്ക് മാറ്റിവെക്കുവാൻ പറ്റിയ ഒരു വിഷയമല്ല ഇത്. നാളെ നമ്മുടെ സമയമുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്കറിയാം, എവറി ഡേ വി മേക്ക് ചോയ്സസ് ഇൻ അവർ ലൈഫ്സ്. നമ്മൾ ഓരോ ദിവസവും തീരുമാനമെടുക്കുന്നവരെ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ തീരുമാനമെടുക്കും, ഇന്ന് ഇടാൻ പോകുന്ന ഡ്രസ്സ് എന്തുവാന്നുള്ളത്, അല്ലേ? നമ്മൾ ആരും തീരുമാനിക്കാതിരിക്കും, കൈ കിട്ടുന്ന എടുത്ത് ഇടത്തില്ല. നമ്മൾ വ്യക്തമായിട്ട് നമുക്കറിയാം ഇന്നിടാൻ പോകുന്ന ഡ്രസ്സ് ഇന്നതാണ്, വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം, അല്ലേ? നമ്മുടെ യൂണിഫോം ഒന്നും അല്ലെന്നുണ്ടെങ്കിൽ, യൂണിഫോം ആണെങ്കിൽ തന്നെയും അതിൽ തന്നെയും നമ്മൾ വളരെ ചിന്തിക്കും, ഏതാ ഒന്നുകൂടെ ചേരുന്നത്, ശരീരത്തിന് യോജിക്കുന്ന ഏതാ, ഇത്ര വലിപ്പം കൂടുതലുള്ളത് ഏതാ, വലിപ്പം കുറവുള്ളത്. ഇതിനകത്ത് നമുക്ക് ചോയ്സ് ചെയ്യും. അപ്പോൾ വസ്ത്രം ഇടുന്നതിന് നമുക്കൊരു തീരുമാനമുണ്ട്, ഒരു ചോയ്സ് ഉണ്ട് രാവിലെ. അതുപോലെ എന്ത് ഭക്ഷണം വന്ന് കഴിക്കുമെന്ന് നമുക്കറിയാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തുവാ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നല്ല വ്യക്തമായ ഉറപ്പുണ്ട്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇതാ ഉണ്ടാക്കുന്നത്, അല്ലെ ഇന്നത്തെ ലഞ്ചിന് ഇതാ, ഇന്നത്തെ ഡിന്നറിന് ഇതാണ്. നമ്മൾ ഓരോന്നിനും, ആഹാരത്തിനും നമ്മൾ തീരുമാനമെടുക്കും. വി മേക്ക് എ ചോയ്സ്. ഹല്ലേലൂയ. അത് മാത്രമല്ല, നമ്മുടെ യാത്രകളിലേക്ക് നോക്കിയാൽ നമ്മൾ എവിടെയാ പോകുന്നത്, ആരെയാ കാണുന്നത്, എന്താ സംസാരിക്കുന്നത്, ഇതെല്ലാത്തിനും നമ്മൾ തീരുമാനമെടുക്കും നേരത്തെ. ഹല്ലേലൂയ. അപ്പൊ എവറി ഡേ എന്ന് പറയുന്നത്, ഒരു ദിവസം എന്ന് പറയുന്നത് അനേക തീരുമാനങ്ങളുടെ കൂമ്പാരമാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. എന്നാൽ സഹോദരങ്ങളെ, ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമോ? ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനം എന്താണെന്നറിയാമോ? ഒരു പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട, ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനം ഏതാണെന്നറിയാമോ? ഹൂ ഹി ഓർ ഷീ നീഡ്സ് ടു സെർവ് ദാറ്റ് ഡേ. അന്നത്തെ ദിവസം ആരെയാണ് സേവിക്കേണ്ടത്, ഞാൻ ആരെയാണ് അനുഗമിക്കേണ്ടത്, ആരുടെ ശബ്ദമാണ് ഞാൻ കേൾക്കേണ്ടത്, ആരെയാണ് ഞാൻ അന്ന് അനുസരിക്കേണ്ടത്. രാവിലെ കഴിച്ച ഭക്ഷണം തെറ്റിപ്പോയെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് വേറൊരു ദിവസം അത് മാറ്റി കഴിക്കാൻ പറ്റും. രാവിലെ ഇട്ട വസ്ത്രത്തിന് ഒരു കളറിന് പകരം വേറൊരു കളറായി ഇട്ടെന്ന് പറഞ്ഞത് കൊണ്ട് വലിയ കുഴപ്പമൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. വഴിതെറ്റി നമ്മൾ ഒരു ദിവസം യാത്ര ചെയ്തുകൊണ്ട് നമുക്ക് തെറ്റൊന്നും സംഭവിക്കുവാനുള്ള കുറച്ച് സമയം നഷ്ടപ്പെടുമെങ്കിൽ നമുക്ക് മടങ്ങി വരാൻ പറ്റും. പക്ഷെ ഈ ഒരു വിഷയത്തിൽ ഞാൻ ഇന്നത്തെ പകൽക്കാലം ആരെയാണ് സേവിക്കുന്നത്, അല്ലെങ്കിൽ ആരെയാണ് കേൾക്കുന്നത്, ആരെയാണ് എൻ്റെ ജീവിതത്തിൽ അനുഗമിക്കുന്നത് എന്നുള്ള വിഷയത്തിൽ നമുക്ക് തെറ്റുപറ്റിപ്പോയെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ നിത്യതയെ ബാധിക്കുന്ന വിഷയമാണ്. കാരണം പ്രഭാതത്തിൽ ഉണരുന്ന നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ പോകും എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. ഈ ഒരു പകൽക്കാലം ഏതെങ്കിലും ഒരു നിമിഷം മരണം കൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടേക്കാം, അല്ലെങ്കിൽ വാഴ്ത്തപ്പെട്ട കർത്താവ് മധ്യാകാശത്ത് വന്നേക്കാം. ഇത് രണ്ടും ഈ പകൽക്കാലം സംഭവിക്കുവാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഞാൻ ആരെ ഇന്ന് അനുഗമിക്കുന്നു, ഞാൻ ആരെ വിളിച്ചപേക്ഷിക്കുന്നു, ആരെ ആശ്രയിക്കുന്നു, ആരുടെ ശബ്ദം കേൾക്കുന്നു എന്നുള്ള വിഷയം നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ഇന്ന് നമ്മൾ തീരുമാനിക്കണം, ഹൂ ആർ വി ഗോയിങ് ടു സെർവ്. ഹല്ലേലൂയ. നമ്മളിത് മനസ്സിലാക്കണമല്ലോ. ഒരിക്കലും അതിനകത്തൊരു മിഡിൽ റോഡ് ഇല്ല. നമുക്ക് ന്യൂട്രൽ ആയിട്ടൊരു ലൈഫ് സ്റ്റൈൽ ക്രിസ്ത്യാനിറ്റിയിൽ ഇല്ല. ക്രിസ്ത്യൻ ലൈഫിൽ there is nothing called a neutral life. There is nothing called, that or this. No. One side we need to take. ഏതെങ്കിലും ഒരു വശം നമ്മൾ എടുത്തേ മതിയാകൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. നമ്മൾ സൺഡേയിൽ വന്ന് ദൈവത്തെ സേവിച്ചിട്ട് റെസ്റ്റ് ഓഫ് ദി ഡേയ്സിൽ വേൾഡിനെ സെർവ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. സെർവിങ് ദ ലോർഡ് ഓൺ സൺഡേ ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ വീക്ക് ഡേയ്സ് വി ആർ സെർവിങ് ദ വേൾഡ്. That is what many people have, that lifestyle. അത് ക്രിസ്തീയ ജീവിതത്തിൽ ഒരിക്കലും അഭികാമ്യമല്ല. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് മുമ്പേ പറഞ്ഞതുപോലെ 2 തോണിയിൽ കാൽ വയ്ക്കുന്നതിന് തുല്യമാകും. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 2-3 പോയിന്റുകളൊന്ന് മനസ്സിലാക്കുവാനായിട്ട് ആഗ്രഹിക്കുക. പെട്ടെന്ന് ഞാനൊരു 4 പോയിന്റുകൾ വളരെ ലളിതമായ രീതിയിൽ
സംക്ഷിപ്തമായ രീതിയിൽ പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ഒന്ന്, ദി പുൾ ഓഫ് ദ വേൾഡ്. ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണമേ, നിങ്ങൾ എത്രത്തോളം രണ്ട് തോണികൾ കാൽ വയ്ക്കും എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന്റെ മധ്യത്തില് നമ്മളൊരു കാര്യം മനസ്സിലാക്കണമേ, എങ്ങനെയാണ് ഈ രണ്ട് തോണിയിൽ ഒരു വ്യക്തിക്ക് കാൽ വയ്ക്കുവാൻ തക്കോണം ഇടയായി പോകുന്നത്? ഏത് സാഹചര്യത്തിന്റെ മധ്യത്തിലാണ് ഒരു വ്യക്തി ന്യൂട്രലായിട്ട് ജീവിക്കാൻ, അവിടെയുമല്ല ഇവിടെയുമല്ല, രണ്ടിടത്തും കൂടെ ഒരുപോലെ കാൽ വെച്ച് ജീവിക്കുന്നത്? ഒന്ന്, ദ പുൾ ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞാൽ ലോകം നമ്മളെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് സംതിങ് കോൾഡ് ആൻ അണ്ടർ കറന്റ്, ഒരടിയൊഴുക്ക്. നമ്മൾ നിൽക്കുന്നിടത്ത് ഒരു അടിയൊഴുക്കുണ്ട്, നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അതിലേക്ക് വലിഞ്ഞുകൊണ്ടിരിക്കുക. നമുക്കറിയാം, വെള്ളത്തിലൊക്കെ കടലിലൊക്കെ ഇറങ്ങി നിൽക്കുമ്പോൾ, വലിയ നദിയിലൊക്കെ ഇറങ്ങി നിൽക്കുമ്പോൾ അണ്ടർ കറന്റ് ഉണ്ട്, അടിയൊഴുക്കുണ്ട്. നാം അറിയാതെ തന്നെ നാം നിൽക്കുന്നിടത്തെ താഴത്തെ മണ്ണ് ഒലിച്ചു മാറും, നമ്മൾ താഴോട്ട് പെട്ടെന്ന് താണു പോകും. അങ്ങനെയൊക്കെ എത്രയോ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എത്രയോ പേര് മുങ്ങി മരിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, വെളിയിൽ നിന്ന് നോക്കുമ്പോൾ, ഉപരിതലത്തിൽ നോക്കുമ്പോൾ ഒന്നും തോന്നത്തില്ല, എല്ലാം ശാന്തമായി വെള്ളം കിടക്കുന്നത് കാണാം. ആ ശാന്തത കണ്ടുകൊണ്ട് നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങും. എന്നാൽ വെള്ളത്തിൽ അതിൻ്റെ അപകടം ഏറ്റവും അടിയില്ല, നമ്മൾ കാണാത്തിടത്ത്. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കാല് വലിച്ചു പിടിച്ചു കൊണ്ടുപോകും, വലിച്ചു കൊണ്ടുപോകും. അപ്പോൾ ലോകത്തിൽ അങ്ങനെ ഒരു അണ്ടർ കറന്റ് ഉണ്ട്. നമ്മൾ എവിടെയായിരുന്നാലും നമ്മൾ അറിയാതെ തന്നെ നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു ശക്തി ഈ ലോകത്തിലുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ തിരുവചനം വളരെ ശക്തമായ ഭാഷയിൽ, വളരെ ഗൗരവത്തോടു കൂടി ദൈവമക്കളെ പല മുന്നറിയിപ്പുകളും കൊടുത്ത് നിർത്തുന്നുണ്ട്, ദൈവസഭയെയും ദൈവമക്കളെയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പാണ് 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. വളരെ ശക്തമായ ഒരു മുന്നറിയിപ്പാണ്. അവിടെ പറയുകയാണ്, ഒരു വലിയ നോ ബോർഡ്, ഒരു സ്റ്റോപ്പ് ബോർഡ് അവിടെ ഉയർത്തി കാണിക്കുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. എന്താണെന്നറിയാമോ? ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതൊന്നും പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്ന് അത്രേ ആകുന്നത്. ചിന്തിക്കണമേ സഹോദരങ്ങളെ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പിതാവ് എന്ന വാക്ക് എഴുതിയിരിക്കുന്നത്. ഇത് ആർക്ക് എഴുതിയിരിക്കുകയാണ്? പുത്രന്മാരും പുത്രിമാരുമായ നമ്മൾക്ക്, മക്കളാകുന്ന നമ്മൾക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുകയാണ്, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും നീ സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം അവനിൽ ഇല്ലെന്നല്ല പറയുന്നത്, പിതാവിന്റെ സ്നേഹം അവനിൽ ഇല്ല എന്ന് പറഞ്ഞാൽ നീ പിന്നെ പുത്രനും പുത്രിയും ആവത്തില്ല. ആ പിതൃപുത്ര ബന്ധത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോവുകയാണ്. കാരണം ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ലോകത്തിലുള്ളതും എന്ന് പറയുന്നത് ക്ഷണികമാണ്, ഇന്ന് കണ്ട് നാളെ ഇല്ലാതാകുന്നതാണ്, ടെമ്പറലാണ്. വളരെ കുറച്ച് നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കുവാൻ തക്കവണ്ണം ദൈവം തന്നിരിക്കുന്ന സൃഷ്ടികൾ മാത്രമാണ് ലോകവും ലോകത്തിലുള്ളതും. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? സൃഷ്ടിതാവായ ദൈവത്തെ മറന്ന്, നിത്യനായ ദൈവത്തെ മറന്ന്, ശ്രേഷ്ഠമേറിയ നമ്മുടെ കോളിങ്ങിനെ മറന്ന്, നമ്മുടെ ഭാവിയെ മറന്ന്, താൽക്കാലികമായിട്ടുള്ളതിൻ്റെ പിന്നാലെ നമ്മൾ പോകുമ്പോൾ ദൈവം പറയുകയാണ്, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. കാരണം ഈ ലോകം നിന്നെ എന്നിൽ നിന്ന് വശീകരിച്ചെടുക്കും. പഴയ നിയമത്തിന്റെ പ്രമാണത്തിൽ അവരോട് പറഞ്ഞു, നിങ്ങൾ കടന്നു പോകുന്ന ദേശത്തുള്ളവരുമായിട്ട് നിങ്ങൾക്ക് അവിഹിതമായ ബന്ധം പാടില്ല, അവിടുത്തെ സ്ത്രീകളെ വിവാഹം കഴിക്കരുത്. പ്രത്യേകിച്ച് ശലോമോനോടൊക്കെയാ അങ്ങനെയാ പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ, അന്യജാതിക്കാരികളെ നീ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ബലിപീഠങ്ങളിലേക്ക്, അവരുടെ പൂജാഗിരികളിലേക്ക് അവർ കൊണ്ടുവക്കളയും. അത് തന്നെയല്ലേ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഇസ്രായേലിന്റെ ജീവിതത്തിലും അതാ സംഭവിച്ചത്. അപ്പൊ കർത്താവ് പറയുകയാണ്, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും നീ സ്നേഹിക്കരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, നീ സ്നേഹിച്ചു പോയി കഴിഞ്ഞാൽ നിന്റെ ഹൃദയം ലോകത്തിലേക്ക് ചാഞ്ഞു പോകും, ലോക സുഖങ്ങളിലേക്ക് ചാഞ്ഞു പോകും, ലോകത്തിലെ പാപങ്ങളിലേക്ക് ചാഞ്ഞു പോകും. അതുകൊണ്ട് നീ ലോകത്തിലേക്ക് നോക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോട് മാത്രമേ നോക്കാവൂ. ഇതെന്റെ സുഹൃത്ത് എന്നുള്ള രീതിയിൽ അല്ല, ഇതെന്റെ സ്നേഹിത എന്നുള്ള രീതിയിലല്ല നീ ലോകത്തെ കാണേണ്ടത്. ലോകം ശത്രുത്വമുള്ള നിറഞ്ഞതാണ്, ദൈവസന്നിധിയിൽ നിന്നെ മാറ്റുന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുതെന്ന്. പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും? ഹല്ലേലൂയ. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവെന്തെന്നറിയാമോ? നമ്മുടെ പണം നമ്മൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ സമയം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ അധ്വാനം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ചിന്തകളിൽ എപ്പോഴും കടന്നു വരുന്നത് എന്താണ്? ഈ ലോകത്തിലുള്ളതാ അല്ലേ? നമ്മുടെ ജോലിയാണ് പലപ്പോഴും നമുക്ക് വലുത്, നമ്മുടെ ആരോഗ്യമാണ് പലപ്പോഴും നമുക്ക് വലുത്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയാണ് നമുക്ക് വലുത്, നമ്മുടെ വീടാണ് നമുക്ക് ഏറ്റവും വലുത്, നമ്മുടെ വിദ്യാഭ്യാസമാണ് നമുക്ക് ഏറ്റവും വലുത്. സഹോദരങ്ങളെ, ഇത് ഓരോന്നും സുസൂക്ഷ്മമെന്ന് നോക്കിയേ, ഇതെല്ലാം ഈ ലോകത്തിലേക്ക് നമ്മളെ അടുപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ നിത്യമായിരിക്കുന്ന ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുവാനോ,
ദൈവരാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുവാനോ, ദൈവമഹത്വത്തെക്കുറിച്ച് ചിന്തിക്കുവാനോ, ദൈവവചനത്തെക്കുറിച്ച് ചിന്തിക്കുവാനോ, ഈ ഭൂമിയിൽ എന്നെ ദൈവമാക്കിയിരിക്കുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഞാൻ ഈ ഭൂമി വിട്ടുപോകുന്നതിന് മുമ്പ്, എൻ്റെ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിച്ചിരിക്കുന്ന ചിലതെനിക്ക് ചെയ്തെടുക്കണമെന്നുള്ള ചിന്തയൊന്നും നമ്മുടെ ഉള്ളിൽ വരില്ല. കാരണം നമ്മൾ ഭൂരിപക്ഷം സമയവും ചിന്തിക്കുന്നത് ലോകത്തെക്കുറിച്ചാണ്, ലോകത്തിലുള്ളതിനെക്കുറിച്ചാണ്. സത്യമല്ലേ? കർത്താവ് പറഞ്ഞു, നീ ലോകത്തെക്കുറിച്ച് ചിന്തിക്കരുത്, ലോകത്തിലുള്ളതിനെ നീ സ്നേഹിക്കരുതെന്ന് പറയുമ്പോൾ ലോകത്തിലുള്ളത് പലതുമാണ് നമ്മുടെ സ്നേഹം കവർന്നെടുത്തിരിക്കുന്നത്. അവിടെ നമ്മൾ ആ കൽപ്പനകളെ ലംഘിക്കുക. നമ്മൾ അറിയാതെ തന്നെ ലോകത്തിലേക്ക് ചാഞ്ഞു പോകുന്നു. നമുക്ക് ദൈവത്തിന് കൊടുക്കാൻ സമയമില്ല, ദൈവരാജ്യത്തിന് കൊടുക്കാൻ സമയമില്ല, ദൈവവചനത്തിന് കൊടുക്കാൻ സമയമില്ല. നമ്മൾ നമ്മളെ തന്നെ ചിന്തിക്കണം. സോ ദിസ് ഈസ് ദ പുൾ ഓഫ് ദ വേൾഡ്. ഇതാണ് ലോകം നമ്മളെ താഴേക്ക് വലിച്ചുകൊണ്ടിരിക്കുക, അതിലേക്ക് നമ്മളെ വലിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ഗോഡ്. യാക്കോബിന്റെ ലേഖനം 4:4 പറയുന്നു, വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ ശത്രുവാകുന്നു. നോക്കിയേ, ലോകത്തെ ശത്രുവായിട്ടാണ് യാക്കോബിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത്. ലോകത്തിന്റെ സ്നേഹിതനൊരു വ്യക്തിയാകുവാൻ ഇച്ഛിച്ചാൽ അവൻ ദൈവത്തിന്റെ ശത്രുവാകുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഞാൻ ലോകത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ദൈവത്തിന്റെ ശത്രുവാണെന്നുള്ളത് ഉറപ്പാണ്. മുമ്പേ പറഞ്ഞ വചനത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ പിതാവിന്റെ സ്നേഹം നിങ്ങളിൽ ഇല്ലെന്നാ. ആ ബന്ധം മുറിഞ്ഞുപോയി എന്നാ. കാരണം ചെയ്യരുതെന്ന് പറഞ്ഞത് നമ്മൾ ചെയ്യുന്നു. തൻ്റെ പുത്രനായ, അല്ലെങ്കിൽ നമ്മുടെ കാന്തനായ ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കേണ്ട നമ്മൾ, കാന്തന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കേണ്ട നമ്മൾ, അതിന് സമയം കണ്ടെത്താതെ ഈ ലോകത്തിന്റെ പുറകെ പോയി കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയാ ദൈവത്തിന് അനുകൂലമായി തീരുന്നത്? പിതാവിന്റെ സ്നേഹം ഇല്ലെന്നാ നമ്മൾ പറയും. പിതാവിനോട് സ്നേഹം ഉണ്ടെന്നല്ലേ? മുമ്പേ പറഞ്ഞതിന്റെ കൂട്ട് ബഥേലിലും ദാനിലും കാളക്കുട്ടികളെ വെച്ചിട്ട് വിളിക്കുന്നത് ആരുടെ പേരാ? യഹോവയുടെ പേരാ വിളിക്കുന്നത്, അല്ലേ? എന്തൊരു വിരോധാഭാസമാണ്! അത് തന്നെയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവമക്കളാണെന്നാണ് നമ്മൾ പറയുന്നത്, ചെയ്യുന്നതും ദൈവമക്കളുടെ പ്രവൃത്തിയാണെന്നാണ് നമ്മൾ പറയുന്നത്. സഭയിൽ വരുന്നുണ്ട്, സ്തോത്രകാഴ്ചകൾ കൊടുക്കുന്നുണ്ട്, മിഷണറിമാരെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നു, നല്ല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷെ ഹൃദയത്തിന്റെ അകത്ത് ലോകമായിരിക്കുന്നത്, ലോകത്തിന് നമ്മൾ സമയം കൊടുക്കുന്നത്. അപ്പം നമ്മളെ വിളിക്കുന്ന പേരാണ് വ്യഭിചാരിണികളായുള്ളവരെ. യാക്കോബിന്റെ പുസ്തകത്തിലെ 2-3 അധ്യായങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ സഹോദരന്മാരെ 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 എന്നാണ് ദൈവസഭയിലുള്ള സഹോദരങ്ങളെ വിളിച്ചുകൊണ്ടിരുന്നത്. അതേ വിളിയുടെ മധ്യത്തിൽ 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ വന്നപ്പോൾ അതേ വിളിയിൽ, അതേ ശൈലിയിൽ വിളിക്കുകയാണ്, വ്യഭിചാരിണികളായുള്ളവരെ, യു അഡൾട്ടറേഴ്സ് ആൻഡ് അഡൾട്രസസ്. സഹോദരന്മാരെന്ന് പറഞ്ഞവരെ പെട്ടെന്ന് വ്യഭിചാരിണികൾ എന്ന് വിളിക്കാനുള്ള കാരണം എന്നാ സഹോദരങ്ങളെ? നമുക്കറിയാം, നമ്മുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുക. രക്ഷിക്കപ്പെട്ട നാളിൽ കർത്താവിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് സ്വർഗം തന്ന് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുക. നമ്മളെ ആത്മാവിന്റെ അച്ചാരന്തം നമ്മളെ മുദ്ര ചെയ്തിരിക്കുക. ഇത് നീ എന്റേതാണെന്ന് സ്വർഗം പറഞ്ഞിരിക്കുക. നീ എൻ്റെ പുത്രന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാണെന്ന്, നീ എൻ്റെ പുത്രന് വേണ്ടി ഉള്ള മണവാട്ടിയാണെന്നും പറഞ്ഞ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ മുദ്ര ചെയ്ത് വേർതിരിച്ചിരിക്കുക. അങ്ങനെ മണവാളന് വേണ്ടി കാത്തിരിക്കേണ്ട നമ്മൾ ലോകത്തിന്റെ പ്രഭുവാകുന്ന പിശാചിനെ സേവിക്കുന്നവരാണെങ്കിൽ നമ്മളെ വ്യഭിചാരിണി എന്നല്ലേ വിളിക്കുന്നത്. കാരണം ഒരാളുമായിട്ടുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം ആ ആള് വരാൻ താമസിക്കുന്നു എന്ന് കണ്ട് മറ്റൊരു പുരുഷന്റെ പുറകെ ഒരു സ്ത്രീ പോവുകയാണെങ്കിൽ ആ പെണ്ണിനെ എങ്ങനെയാ വിളിക്കുന്നത്? ആ സ്ത്രീയെ എങ്ങനെയാ വിളിക്കുന്നത്? വ്യഭിചാരിണി എന്നല്ലേ വിളിക്കുന്നത്. അത് തന്നെയാണ്. അതുകൊണ്ടാണ് ദൈവമക്കളെന്ന് പറയുന്നവരെ, ലോകസ്നേഹികളായിരിക്കുന്നവരെ, ലോകത്തിന്റെ പിന്നാലെ പോകുന്നവരെ, സുഖഭോഗികളായിരിക്കുന്നവരെ പരിശുദ്ധാത്മാവ് വിളിക്കുകയാണ് വ്യഭിചാരിണി എന്ന്. അത് മാത്രമല്ല, വ്യഭിചാരിണി എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തുകയല്ല, നിങ്ങൾ ദൈവത്തിന്റെ ശത്രുവായി തീരുമെന്ന്. ദൈവത്തിന്റെ ശത്രുവായി തീരുക എന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നിപ്പ് എവിടെയാ? പക്ഷെ നമ്മൾ ദൈവമക്കളാന്നാ പറയുന്നത്. ഇപ്പൊ മുമ്പേ പറഞ്ഞുകൊണ്ട് 2 തോണിയിൽ കാല് വെച്ചിരിക്കുക. എത്ര വലിയ അപകടമാണെന്ന് ചിന്തിക്കണമേ. Two drifting boats cannot stay together. Two drifting boats cannot stay together. പരസ്പരം മാറി നിൽക്കുന്ന 2 ബോട്ടുകൾക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പറ്റുമോ? അതെങ്ങനെ പോകുന്നത്? ഒരു ബോട്ട് അങ്ങോട്ട് പോകും, ഒരു ബോട്ട് ഇങ്ങോട്ട് പോകും. It cannot stay together. This is how the pull of the world and the call of the Lord, it cannot go in one direction. ലോകത്തിന്റെ വിളിയും ദൈവത്തിന്റെ വിളിയും ഒരുപോലെ പോകത്തില്ല. ലോകം നമ്മളെ ഇങ്ങോട്ട് പിടിക്കും, ദൈവത്തിന്റെ വിളി നമ്മളെ അങ്ങോട്ട് വലിക്കും. ഹല്ലേലൂയ. ഇതിന്റെ മധ്യത്തിൽ നമുക്ക് ന്യൂട്രലായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് മുമ്പേ കേട്ടത്, there is no middle way. There is no middle road in Christianity. നമ്മൾ ഏതെങ്കിലും ഒരു വശത്ത് നിൽക്കണം. മുമ്പേ ഏലിയാവ് പറഞ്ഞതിന്റെ കൂട്ട്, നീ ബാലിനെയാ വിളിക്കുന്നെങ്കിൽ ബാലിന്റെ പിന്നാലെ പോകും, അശേരയെ വിളിക്കുന്നെങ്കിൽ അശേരയുടെ പിന്നാലെ പോകും. അതുപോലെ യോശുവ പറഞ്ഞതിന്റെ കൂട്ട്, നിങ്ങൾ യഹോവയാണ്, യഹോവ നിനക്ക് നന്നല്ലെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ അമോര്യരുടെ ദൈവങ്ങളെ വിളിച്ചു പോകും.
നിങ്ങൾ ഈ രണ്ടിലും കൂടെ കാല് വെക്കരുത്. സഹോദര സഹോദരി, ലോകം നിന്നെ വലിക്കുമ്പോൾ നീ ലോകസ്നേഹിയാണെങ്കിൽ ലോകത്തിന് വേണ്ടി ജീവിക്കുക. ഒരിക്കലും പറയരുത് ഞാൻ കർത്താവിന്റെ വകയാണെന്ന്. കാരണം കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്ന വിളി മറ്റൊരു വശത്തേക്ക് യാത്ര ചെയ്യാനാ. ലോകം നിന്നെ വിളിക്കുന്ന വിളി വേറൊരു ദേശത്തേക്ക്. രണ്ടും ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഇതിൽ രണ്ടിലും കൂടെ നിൽക്കാൻ പറ്റില്ല. It can never work along. Hallelujah. You cannot steer to steer your direction to one place. No. നമുക്കറിയാം, വണ്ടിയൊക്കെ കയറിയിരുന്ന് സ്റ്റിയറിംഗ് പിടിക്കുമ്പോൾ നമുക്ക് രണ്ട് ദിശയിലേക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. ഒരു സമയത്ത് ഒരു ഡിറക്ഷനിലേക്ക് വണ്ടി ഓടിക്കാൻ പറ്റൂ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമുക്ക് എങ്ങനെ പറ്റും നമ്മുടെ ജീവിതത്തെ രണ്ട് വശത്തിലേക്ക് ഓടിക്കാൻ? നിത്യതയെ ലക്ഷ്യമാക്കി ഓടുന്നു എന്ന് പറയുന്ന ഞാനും നിങ്ങളും എങ്ങനെ നിത്യതയുടെ വഴി വിട്ട് ലോകത്തിന്റെ വഴിയിലേക്ക് ഓടാൻ പറ്റും? സ്വർഗമാണ് എൻ്റെ ഭവനമെന്ന് പറയുന്നത്. എനിക്കൊരു നിത്യഭവനമുണ്ട്. കർത്താവ് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുകയാണ്. ഞാൻ ഒരുക്കിയാൽ വേഗം വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. അപ്പൊ കർത്താവ് ഒരു സ്ഥലം നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. ആ സ്ഥലമാണോ നമ്മുടെ സ്ഥലം, അതോ ഈ ലോകമാണോ നമ്മുടെ സ്ഥലം? നമ്മുടെ ജീവിതം കണ്ടാൽ ഇതിൽ ഏതിനാ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്? നമ്മുടെ ചിന്തകൾ മുഴുവനും ഈ ലോകത്തെക്കുറിച്ചാ. ഇവിടെ ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിനെ കുറിച്ചാ, ഇവിടെ ചില നിക്ഷേപങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാ, ഇവിടെ ഒരു പേരും പെരുമയും നമ്മൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാ, അല്ലേ? നമ്മുടെ ചില ഓർമ്മ ഇവിടെ നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പലതും അധ്വാനിക്കുന്നത്, അല്ലേ? ലോകത്തിലെ മനുഷ്യർ കൈയടിക്കണം, അവർ നമ്മളെ അംഗീകരിക്കണം, അവർ നമ്മൾ ക്രെഡൻഷ്യൽസ് തരണം, അവർ നമുക്ക് നമ്മുടെ പേര് കേൾക്കുന്ന ടൈറ്റിലുകൾ തരണം. ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. ഇവിടത്തേക്ക് വിളിക്കപ്പെട്ടവരാണോ നമ്മൾ? ഈ നേടിയതൊക്കെ എത്ര സെക്കൻഡ് നിൽക്കും? എത്ര നാൾ നിൽക്കും? നമ്മൾ മരിച്ച് ചില നാളുകൾക്കുള്ളിൽ, ഒരുപക്ഷെ അടുത്ത ചില വർഷങ്ങൾക്കുള്ളിൽ ഇവിടെ നമ്മുടെ പേരിൽ ഉണ്ടായിരുന്നതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും കേട്ടോ. അത് മറ്റൊരാളെ സ്വന്തമായിട്ട് തീരും. ഈ ലോകത്തിന് വേണ്ടി ജീവിച്ച നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ എന്തെങ്കിലും നമുക്ക് വേണ്ടി ഉണ്ടാകുമോ? ഒന്നും ഉണ്ടാവത്തില്ല. മുമ്പേ പറഞ്ഞിട്ട് ദൈവത്തിന്റെ ശത്രുവായി തീർന്നു കഴിഞ്ഞാൽ സ്വർഗരാജ്യത്തിന് നമുക്ക് പോകാൻ പറ്റുമോ? സഹോദരങ്ങളെ, രണ്ട് തോണിയിൽ കാല് വെക്കാതെ നാം തിരിച്ചറിയുക നാം എവിടെ കാല് വെക്കേണ്ടവരാണ്. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ കണ്ട് 24-ാമത്തെ വാക്യത്തിൽ മാമോൻ എന്ന വാക്ക്, ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ ആർക്കും കഴിയില്ലെന്ന് കർത്താവ് പറഞ്ഞു. കർത്താവ് പറഞ്ഞില്ല ദൈവത്തെയും സാത്താനെയും സേവിക്കാൻ കഴിയത്തില്ലെന്ന്. സാത്താൻ എന്നുള്ള വാക്കല്ല ഉപയോഗിച്ചത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മാമോൻ എന്ന് പറഞ്ഞാൽ ദ സ്പിരിറ്റ് ഓഫ് മെറ്റീരിയലിസം. അതുപോലെ അവിടെ സ്പിരിറ്റ് ഓഫ് ഗ്രീഡ്, അതിനൊക്കെ മാമോൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കും. അതുപോലെ സ്പിരിറ്റ് ഓഫ് സെൽഫ് റിലയൻസ്, സ്വയത്തിൽ ആശ്രയിക്കുന്നത്, അത്യാഗ്രഹം. അതുപോലെ തന്നെ മെറ്റീരിയലിസം, ഈ ലോകത്തിലുള്ളതിനെ കുറിച്ച്, ഈ ലോകത്തിലുള്ള ഒബ്ജക്റ്റിന് വേണ്ടിയുള്ള ഇതൊക്കെയാണ് മാമോൻ എന്ന വാക്കിന്റെ ഉപയോഗിക്കുന്നത്. നമ്മൾ പലരും ദൈവമക്കളെന്ന് പറയുന്നവരാരും സാത്താന്റെ സേവക്കാരായിരിക്കത്തില്ല, സാത്താൻ ആരാധനക്കാരായിരിക്കത്തില്ല. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് പറയാം നമ്മൾ ആരും സാത്താനെ സേവിക്കുന്നില്ലല്ലോ, പിന്നെ നമ്മൾ കർത്താവിനെ അല്ലേ സേവിക്കുന്നുള്ളൂ. കർത്താവ് സാത്താൻ എന്നുള്ള വാക്കല്ല പറഞ്ഞ, മാമോൻ എന്നുള്ള വാക്കാ പറഞ്ഞത്. നമ്മൾ ചിന്തിക്കുന്നുണ്ടോ കർത്താവ് ഇരിക്കേണ്ട സ്ഥാനത്ത് മറ്റെന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടോ? കർത്താവിന് കൊടുക്കേണ്ട ആ സ്ഥാനവും ആ ബഹുമാനവും നമ്മൾ മറ്റെന്തിനെങ്കിലും ഈ ലോകത്തിൽ കൊടുക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ടതാ. നമ്മുടെ പേര് പോകുമ്പോൾ നമ്മൾ വേദനിക്കും, അല്ലെങ്കിൽ നമുക്കുള്ള നിക്ഷേപങ്ങൾ നഷ്ടപ്പെടുമ്പോൾ വേദനിക്കും. എന്നാൽ കർത്താവിൻ്റെ നാമം ദുഷിക്കപ്പെടുമ്പോൾ നമ്മൾ വേദനിക്കത്തില്ല. അത് സാരമില്ല, അത് സെക്കൻഡറി. പലപ്പോഴും നമ്മുടെ പ്രയോറിറ്റികളുടെ ലിസ്റ്റിനകത്ത് സഭയുടെ പ്രവർത്തനങ്ങളും എന്നൊക്കെ പറയുന്നത് 2, 3, 4 എന്നുള്ളതിനേക്കാളൊക്കെ താഴെ നമ്പർ 1, 2, 3 എന്നുള്ളത് മറ്റു പലതും. ഒന്ന് ജോലിയെക്കുറിച്ചുള്ളതാ, ജോലിക്ക് സമയത്തിന് ചെല്ലണം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ അപ്പോയിന്റ്മെന്റുകൾ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ സ്കൂളുകളിലുള്ള മീറ്റിങ്ങുകൾ, അല്ലെങ്കിൽ കോളേജിലുള്ള മീറ്റിങ്ങുകൾ, അല്ലെങ്കിൽ ജോബ് ഇന്റർവ്യൂകൾ. ഇതൊക്കെയാണ് നമ്മുടെ നമ്പർ 1, 2, 3, 4 പോയിന്റ്സുകൾ വരുന്നത്, പ്രയോറിറ്റീസ് വരുന്നത്. ഇനി താഴെ എവിടെങ്കിലും ആയിരിക്കും സഭയുടെ യോഗങ്ങൾ, സഭാ മീറ്റിംഗ്, ഉപവാസ പ്രാർത്ഥനകൾ, അതൊക്കെ ഇങ്ങനെ താഴെ എവിടെങ്കിലുമാണ് വരുന്നത് നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിനകത്ത്, നമ്മുടെ മുൻഗണനാ ലിസ്റ്റിനകത്ത്. കാരണം മാമോൻ എപ്പോഴും മുമ്പിൽ നിൽക്കുന്നു. കർത്താവ് പറഞ്ഞു മാമോനെയും കർത്താവിനെയും ഒരുപോലെ സേവിക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. നമുക്കറിയാം, ഹല്ലേലൂയ, ഇന്നത്തെ ദൈവസഭകളുടെ മധ്യത്തിൽ പോലും ഇതാ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന്റെ പ്രമാണങ്ങൾ വിട്ടിട്ട് ദൈവത്തിന്റെ പേര് പറഞ്ഞ്, കർത്താവിന്റെ പേര് പറഞ്ഞ് എന്തൊക്കെയാ ചെയ്യുന്നത്? അനേക സഭകളിൽ ഫണ്ട് റൈസിങ് പ്ലാനുകളൊക്കെ ഉണ്ടല്ലേ. ഈ ഫണ്ട് റൈസിങ്ങിലെ ബേക്ക് സെയിൽസ്, സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അവർ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് സഭയ്ക്ക് വെളിയിൽ വെച്ചിട്ട് അവർ സെയിൽ ചെയ്യും. ആർക്ക് വേണമെങ്കിലും വന്ന് വാങ്ങിക്കാം. എന്നിട്ട് അവർ ആ ഫണ്ട് റേസ് ചെയ്തിട്ട് ആ പണം ഉണ്ടാക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് എന്താണെന്നറിയാമോ? സഭയുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയാണ്, മിഷണറിമാർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയാ. ഒന്ന് ചിന്തിച്ചു നോക്കിയ സഹോദരങ്ങൾ, എന്തോ ഒരു പോഷത്തരമോ, ദൈവവചനത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളല്ലേ അത്.
കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോഹന്നാന്റെ 3-ാം ലേഖനം 7-ാമത്തെ വാക്യത്തെ പറഞ്ഞിരിക്കുന്നത് ജാതികളോടൊന്നും വാങ്ങരുതെന്നാണ്. അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് ഒന്നും വാങ്ങരുതെന്നാണ്. യഹോവയുടെ ഭണ്ഡാരത്തിനകത്തേക്ക് അവിശ്വാസികളിൽ നിന്ന് ഒന്നും കടന്നു വരരുതെന്നുള്ളതാണ് ദൈവവചനത്തിന്റെ പഴയ നിയമത്തിലെ പ്രമാണവും പുതിയ നിയമത്തിലെ പ്രമാണവും. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാ. യോഹന്നാന്റെ 3-ാം ലേഖനം 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, തിരുനാമം നിമിത്തമല്ലോ അവർ ജാതികളുടെ കയ്യിൽ നിന്ന് ആ ജാതികളിൽ നിന്ന് ഒന്നും വാങ്ങാതെ പുറപ്പെട്ടത്. ദൈവവേലയ്ക്ക് വേണ്ടി അവർ ഇറങ്ങി തിരിച്ചപ്പോൾ കർത്താവിന്റെ നാമനിമിത്തം അവിശ്വാസികളിൽ നിന്ന് ഒന്നും സ്വീകരിക്കാതെ അവർ ദൈവവേലയ്ക്ക് വേണ്ടി തങ്ങൾക്കുള്ളത് കൊണ്ട് അവർ ഇറങ്ങി തിരിച്ചു എന്നുള്ളതാണ് ദൈവവചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന് അങ്ങനെയാണോ കാണുന്നത്? അനേക ദൈവദാസന്മാരെന്ന് പറയുന്നവര് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. പല വീടുകളിലും പ്രാർത്ഥിക്കാനൊക്കെ പോകും, വിളിച്ചാലും വിളിച്ചില്ലേലും പോയി പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുമ്പോൾ അവരെന്തെങ്കിലും അവരുടെ കയ്യിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വിശ്വാസികളാണോ അവിശ്വാസികളാണോ എന്നൊന്നും ചോദിക്കത്തില്ല. അത് അവർ വാങ്ങിച്ച് പോക്കറ്റിൽ വെക്കും, അവരുടെ കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കും. അതാണോ ദൈവത്തിന്റെ പ്രമാണം? ഹല്ലേലൂയ. ദൈവവേലയ്ക്ക് വേണ്ടി കർത്താവ് വിളിച്ചെങ്കിൽ കർത്താവ് നമ്മളെ പോഷിപ്പിക്കുവാൻ തക്കവണ്ണം, നമ്മളെ പരിപാലിക്കുവാനും നമ്മുടെ ആവശ്യങ്ങൾ നടത്തി തരുവാനും തക്കവണ്ണം കർത്താവ് മതിയായവനല്ലേ? അവന്റെ ശബ്ദം കേട്ടല്ലേ നമ്മൾ ഇറങ്ങി തിരിച്ചത്. നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, കർത്താവിന്റെ വചനത്തിലേക്ക് വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ആ സംഭവം കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ ആ സംഭവം കാണുന്നുണ്ട്. എന്താണെന്നറിയാമോ? കർത്താവ് ചാട്ടവാറെടുത്ത് അടിച്ച് ദൈവത്തിന്റെ ആലയത്തിനകത്തുണ്ടായിരുന്ന വാണിഭശാലക്കാരെയും കച്ചവടക്കാരെയും ഒക്കെ പുറത്താക്കുന്നതായിട്ട് നമ്മൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. കർത്താവ് കോപിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മളത് കാണുന്നത്? ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത്, കർത്താവ് പറയുന്നു, എൻ്റെ പിതാവിന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്നു. ദൈവമഹത്വം കൊടുക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണമുള്ള ആലയത്തിന്റെ മധ്യത്തിൽ ബിസിനസ് നടക്കുന്നത് കണ്ടിട്ടാണ് കർത്താവ് ചാട്ടവാറെടുത്തവരെ അടിച്ചു പുറത്താക്കിയത്. സഹോദരങ്ങളെ, അതിന്റെ പശ്ചാത്തലം നമ്മൾ പരിശോധിച്ചു കഴിയുമ്പോൾ ഇതൊരു വലിയ തുടങ്ങിയപ്പോൾ ഒരു നല്ല ഉദ്ദേശത്തോടെ അവർ തുടങ്ങിയതാ. എന്താണെന്നറിയാമോ? നമുക്കറിയാം, ദൈവത്തിന്റെ ആലയത്തിനകത്ത് യാഗമൊക്കെ കഴിക്കുമ്പോൾ ആടായാലും പിന്നെ അതുപോലെ തന്നെ പ്രാവാന്ന് പറഞ്ഞാലും പശുക്കിടാക്കളാണെന്ന് പറഞ്ഞാലും അങ്ങനെയുള്ളതിനെയൊക്കെ അവർ വെളിയിൽ പോയി മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വാങ്ങിച്ച് അതിനെ ചുമന്നുകൊണ്ടാണ് ദൈവത്തിന്റെ ആലയത്തിലേക്ക് കൊണ്ടുവന്ന് യാഗമർപ്പിക്കാനായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരുപക്ഷെ അതിലാരെങ്കിലും ചിന്തിച്ചു കാണും, നമ്മൾ എങ്ങനെയാണ് മൈലുകൾക്കൊക്കെ അകലെ പോയിട്ട് ഇതിനെ വാങ്ങിച്ച് ചുമന്നുകൊണ്ടൊക്കെ വരണ്ടായോ? അതുപോലെ പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ ഇതിനെ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ വലിച്ചുകൊണ്ട് റോഡിൽ കൂടെ വരണ്ടായോ, വഴി കൂടെ വരണ്ടായോ എന്ന് വെച്ചപ്പോൾ ആരെങ്കിലും ഒരു ബുദ്ധി പറഞ്ഞു കൊടുത്ത് കാണും. എന്താണെന്നറിയാമോ? ഈ ആലയത്തിന്റെ വളപ്പിൽ എവിടെയെങ്കിലും നമുക്ക് ഇതിനുള്ള സ്റ്റാളുകൾ ഉണ്ടാക്കാം, എന്നിട്ട് അവിടെ ഇതിനെയൊക്കെ വിൽക്കട്ടെ, എന്നിട്ട് നമുക്കതിനെ വാങ്ങിച്ചിട്ട് ഇവിടെ അകത്ത് യാഗം കൊടുക്കാം. എന്തൊരു എളുപ്പം! അത് കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി കാണും. അങ്ങനെ അതവിടെ തുടങ്ങി. പിന്നെ വേറൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? റോമൻ നാണയങ്ങൾ അന്ന് യഹൂദന്മാരെന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലുണ്ട്. അവർ റോമിലുണ്ട്, പലയിടങ്ങളിലുണ്ട്. അപ്പോൾ ഈ ആലയത്തിൽ ഈ പെസഹ പെരുന്നാൾ അല്ലെങ്കിൽ അതുപോലെ പ്രധാനപ്പെട്ട പെരുന്നാളുകളിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന്, ഭൂമിയുടെ പല ഭാഗങ്ങളിൽ നിന്ന് യഹൂദന്മാർ യെരുശലേമിലെ ദേവാലയത്തിലേക്ക് വരും. വർഷത്തിലൊരിക്കൽ അവർ കടന്നു വരുമ്പോൾ അവർ ഏതൊക്കെ രാജ്യങ്ങളിലായിരുന്നോ ദേശങ്ങളിലായിരുന്നോ അവിടുത്തെ നാണയങ്ങളുമായിട്ട് കോയിൻസുമായിട്ടാണ് അവർ കടന്നു വരുന്നത്. എന്നാൽ യെരുശലേം ദേവാലയത്തിനകത്തെ ഭണ്ഡാരത്തിനകത്ത് ഈ ജാതീയ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന നാണയങ്ങൾ ഇടാൻ പാടില്ല. അതിനകത്ത് ഇടാൻ പാടുള്ളത് ഹീബ്രു അല്ലെങ്കിൽ എബ്രായ നാണയങ്ങളാണ് ഇടേണ്ടത്. അതുകൊണ്ട് അവർ എന്ത് ചെയ്യുമെന്നറിയാമോ? അവരുടെ നാണയങ്ങൾ അവരുടെ സ്വന്തം നാട്ടിലെ നാണയങ്ങൾ കൊണ്ടുവന്നിട്ട് അവിടെ വന്നിട്ട് അവരത് എക്സ്ചേഞ്ച് ചെയ്യും, അവിടെ മാറ്റം വരുത്തും. നമ്മളൊക്കെ ഇവിടുത്തെ കറൻസികളുമായിട്ട് നാട്ടിലൊക്കെ ചെന്നിട്ട് നാട്ടിലിറങ്ങുമ്പോൾ പൗണ്ട് കൊടുത്തിട്ട് ഇന്ത്യൻ റുപ്പീസ് വാങ്ങിക്കുന്നതിൻ്റെ കൂടെ, അല്ലെ അമേരിക്കയിൽ പോവുകയാണെങ്കിൽ പൗണ്ട് കൊടുത്തിട്ട് അവിടുത്തെ ഡോളർ വാങ്ങിക്കുന്നത് പോലെ പല സ്ഥലങ്ങളിലുള്ള മനുഷ്യര് ദേവാലയത്തിന്റെ അവിടേക്ക് കടന്നു വന്നിട്ട് അവരുടെ നാണയങ്ങൾ കൊടുത്ത് അവിടുത്തെ നാണയം വാങ്ങിക്കും. എന്തിനാണെന്നറിയാമോ? ഭണ്ഡാരത്തിലിടാൻ വേണ്ടി. അപ്പൊ ഇതൊക്കെ തുടങ്ങിയത് നല്ലതായി. പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്നറിയാമോ? ഈ വിൽപ്പനയ്ക്കകത്ത് അവർ കമ്മീഷൻ വെക്കാൻ തുടങ്ങി, ലാഭമുണ്ടാക്കാൻ തുടങ്ങി. അതൊരു ബിസിനസ്സായിട്ട് മാറി. ബിസിനസ്സായിട്ട് മാറിയപ്പോഴാണ് കർത്താവ് ചാട്ടവാറെടുത്തവരെ അടിച്ചു പുറത്താക്കുന്നത്. ഇന്ന് അനേക സഭകളിൽ ബിസിനസ്സാണ് നടക്കുന്നത്. അനേക സഭകളിൽ ബിസിനസ് നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമത്തിലാണ് നടക്കുന്നത്. മുമ്പേ പറഞ്ഞിട്ട് മിഷണറി പ്രവർത്തനങ്ങൾക്ക് കൊടുക്കാനാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന പ്രൊസീഡ്സ്, ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം ദൈവവേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. കേൾക്കുമ്പോൾ എത്ര സന്തോഷമാണ്. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു, അന്യായമായിട്ട് അത് ഉണ്ടാക്കുന്നത്. അതിനകത്ത് ജാതികളുടെ പണം വരുന്നുണ്ട്, ദൈവഹിതപ്രകാരമല്ലാത്ത പണം അതിനകത്ത് വരുന്നുണ്ട്, ലാഭം വരുന്നുണ്ട്. അത് മാത്രമാണോ? ദൈവത്തിന്റെ ആലയം ബിസിനസ് സെന്ററായിട്ട് മാറുക ഗ്രാജുവലി. ചിലർ ചുറ്റി നടത്തുന്നുണ്ട് ദൈവസഭയ്ക്കകത്ത്, ഇല്ലേ? ലക്കടിപ്പുകൾ, ഡ്രോയേഴ്സ് ഒക്കെ നടത്തുന്നുണ്ട്, അല്ലേ?
ഓരോ ഡ്രോകൾ നടത്തുന്നുണ്ട്, ലോട്ടറി നടത്തുന്നുണ്ട്. എന്തെല്ലാം ആ സഭയ്ക്കകത്ത് നടക്കുന്നത് ഇന്ന് പലയിടത്തും. അതിനെയൊക്കെയും പലരും പരിപോഷിപ്പിക്കും. ഇതൊക്കെ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടിയില്ലേ, ഇതിൽ നിന്ന് കിട്ടുന്ന പണമെടുത്ത് ദൈവവേല ചെയ്യരുത്. അങ്ങനെയല്ല. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഹാർഡ് ഏൺഡ് മണി. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണത്തിന്റെ ഒരു വിഹിതം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മൾ വി ആർ പേയിങ് എ പ്രൈസ് ഫോർ ദാറ്റ്. അല്ലാതെ ലാഭം ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും വേല ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് അതിന്റെ 50%, 10%, 90% കൊടുക്കുന്നതല്ല. ദൈവം അതിൽ പ്രസാദിക്കത്തില്ല. പ്രമാണമാണ് കർത്താവ് നോക്കുന്നത്. എൻ്റെ ജനം പ്രമാണത്തിനകത്ത് നിൽക്കുന്ന ജനമാണോ? അതാണ് കർത്താവിനെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ്. ദൈവവചനത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14:15, 14, 23 നമ്മൾ വായിക്കുന്നു. എൻ്റെ ജനം എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നു. കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നത് പോലെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് മറ്റൊന്നുമില്ല. നമ്മൾ എത്ര കൊടുത്താലും ശരി, അതിലല്ല നാം പ്രമാണത്തിൽ നിൽക്കുന്ന വ്യക്തിയാണോ, കർത്താവിൻ്റെ വചനത്തെ മാനിക്കുന്ന വ്യക്തിയാണോ, ബഹുമാനിക്കുന്ന വ്യക്തിയാണോ എന്നുള്ളതാണ് വിഷയം. പെട്ടെന്ന് ഞാൻ മുന്നോട്ട് പോകട്ടെ. രണ്ടാമത് നമ്മൾ പഠിക്കേണ്ടത്, ഒന്ന് നമ്മൾ പഠിച്ചത് ഫുൾ ഓഫ് ദ വേൾഡ്. ലോകം എങ്ങനെയാണ് നമ്മൾ പോലും അറിയാതെ അവൻ്റെ ആ ചുഴിക്കകത്തേക്ക്, അവൻ്റെ പുള്ളിലേക്ക് കൊണ്ടുപോകുന്നത്. രണ്ടാമത് നമ്മൾ കേൾക്കുന്നത് കോൾ ഓഫ് ദ ലോർഡ്. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി ഇരു തോണിയിൽ കാല് വയ്ക്കുവാനല്ല, ഒരു തോണിയിൽ ദൈവം വിളിച്ചിരിക്കുന്നിടത്ത് നിൽക്കാനാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വി ഹാവ് ബീൻ കോൾഡ് വിത്ത് എ ഹയർ കോളിംഗ്. ഒരു ഉന്നതമായ വിളിയാലാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. എന്താണ് നമ്മളെ വിളിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശ്യം? റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ കോണം മുൻ നിയമിച്ചിരിക്കുന്നു. We have been predestinated to be conformed to the image of Jesus Christ. ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരുവാൻ തക്കവണ്ണമുള്ള വിളിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഓരോ ദിവസവും നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ സ്വഭാവത്തോട് അനുരൂപരായി തീരണം. ഇന്നലത്തേക്കാളധികം ഇന്ന് ഞാൻ ഒരല്പം കൂടെ കർത്താവിനെ പോലെ പെരുമാറണം. എൻ്റെ സംസാരത്തിൽ, എൻ്റെ ചിന്തകളിൽ, എൻ്റെ ലക്ഷ്യത്തിൽ, എൻ്റെ രീതികളിൽ ഒക്കെയും കർത്താവിൻ്റെ സ്വഭാവം വന്നുകൊണ്ടിരിക്കണം. അപ്പോസ്തലന്മാർ കാണിച്ചു തന്ന മാതൃകയിൽ ഞാൻ വളർന്നുകൊണ്ടിരിക്കണം. ആ വലിയ കോളിങ്ങിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചത്. ഈ രണ്ട് തോണിയിൽ നാം കാല് വെച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ സ്വഭാവം ലോകത്തിൻ്റെതുപോലെ, ലോകക്കാരുടെ പോലെയാകും. അതുകൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് കോപം വരുന്നത്, അതുകൊണ്ടാണ് നമ്മൾ അസൂയപ്പെടുന്നത്, അതുകൊണ്ടാണ് കുശുമ്പ് കുത്തുന്നത്, അതുകൊണ്ടാണ് മറ്റ് സഹോദരങ്ങളെ നമുക്ക് അംഗീകരിക്കുവാൻ കഴിയാത്തത്, മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടുപിടിക്കുന്നത്, മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നത്. ഇതൊന്നും യേശുവിൻ്റെ സ്വഭാവമല്ല. നമ്മൾ ആരുടെ കൂടെ ആയിരിക്കുന്നു അവരുടെ സ്വഭാവമാണ്. കാരണം അത് കാണിക്കുന്നത് നമ്മുടെ ലോകത്തിലായതുകൊണ്ടാണ് ലോകക്കാരനെ പോലെ പെരുമാറുന്നത്. നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി കർത്താവിൻ്റെ സ്വഭാവത്തിൽ വളരുവാനാണ്. കർത്താവിൻ്റെ വചനത്തിൽ ലൂക്കോസ് 9:23 കാണുന്നു, If anyone wishes to follow me, he has to deny himself, carry his cross daily and follow me. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് ദിനംതോറും എന്നെ അനുഗമിക്കട്ടെ. മത്തായിയുടെ ശേഷം 10:38, 16:24, മർക്കോസിന് ശേഷം 8:36, വീണ്ടും ലൂക്കോസിന് ശേഷം 14:27. ഇതെല്ലാം ഈ വാക്യങ്ങളാണ് പറയുന്നത്. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ താൻ ത്യജിക്കണം, തൻ്റെ ഇഷ്ടങ്ങൾ ത്യജിക്കണം, തൻ്റെ ലക്ഷ്യം മാറിയിട്ട് കർത്താവ് കാണിച്ചു കൊടുത്ത ലക്ഷ്യത്തിലേക്ക് വരണം. അനുഗമിപ്പാൻ ഇച്ഛിച്ചാലെന്ന് ആരെയും ഫോഴ്സ് ചെയ്യത്തില്ല കർത്താവ്. നിങ്ങൾ എൻ്റെ പിന്നാലെ വരാനല്ല, നിങ്ങൾ എൻ്റെ പിന്നാലെ വരുവാൻ തക്കവണ്ണം നിങ്ങൾ തീരുമാനമെടുത്താൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വഴിയില്ല. നിങ്ങളുടെ വഴി എൻ്റെ വഴിയാണ്, ഞാൻ കാണിച്ചു തരുന്ന വഴിയാണ്. ഞാൻ നിങ്ങളുടെ കർത്താവും ദൈവവുമാണ്. എൻ്റെ ശബ്ദം കേട്ട് നിങ്ങൾ എൻ്റേതാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തെ എനിക്ക് സമർപ്പിച്ച് എന്നെ നിങ്ങളുടെ കർത്താവായി സ്വീകരിച്ചെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വഴിയില്ല, നിങ്ങൾക്കുള്ളത് എൻ്റെ വഴിയാണ്. എൻ്റെ പിന്നാലെ നിങ്ങൾ വരണം. അതാ കർത്താവ് പറഞ്ഞു, നിങ്ങളെ തന്നെ ത്യജിച്ച്, നിങ്ങളുടെ ഇഷ്ടങ്ങളെ ത്യജിച്ച്, ഇനി എൻ്റെ ഇഷ്ടമല്ല കർത്താവെ അങ്ങയുടെ ഇഷ്ടമാകട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വഴിയിലേക്ക് വരണമെന്നുള്ള വിളിയാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി. പിന്നെ എങ്ങനെ നമുക്ക് ഇരുതോണിയിൽ കാല് വയ്ക്കുവാൻ പറ്റും? പിന്നെ നമ്മൾ എങ്ങനെ ലോകത്തിൻ്റെ പക്ഷത്ത് നിൽക്കാൻ പറ്റും? അതല്ല എങ്കിൽ പഴയ നിയമത്തിൽ ഏലിയാവ് പറഞ്ഞ പോലെ ബാലിന്റെ പിന്നാലെ പോകാം, അശേരയുടെ പിന്നാലെ പോകാം. യഹോവ എൻ്റെ ദൈവമാണെന്ന് പറയാൻ പാടില്ല. നമ്മുടെ ചോയ്സാ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വ്യക്തമായിട്ടറിയാം നാം കർത്താവിൻ്റെ പക്ഷത്താണോ നിൽക്കുന്നത്, അതോ ഈ ലോകത്തിൻ്റെയും ജഡത്തിൻ്റെയും പിശാചിൻ്റെയും പക്ഷത്താണോ നിൽക്കുന്നതെന്ന്, അല്ലെങ്കിൽ മാമോൻ്റെ പക്ഷത്താണോ നിൽക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം.
യോഹന്നാന്റെ സുവിശേഷം 12:26 പറയുന്നു, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ഒരു വലിയ കോളിംഗ്. ഞാൻ ഈ പറഞ്ഞത് കോൾ ഓഫ് ദ ലോർഡ്, ദൈവ വിളിയെക്കുറിച്ചാണ്. നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്ന വിളി. എന്നെ ശുശ്രൂഷിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ പോയ വഴിയിൽ എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് അതിൻ്റെ അർത്ഥം. അങ്ങനെ വരുന്ന വ്യക്തിക്ക് മാത്രമേ ഞാൻ ഇരിക്കുന്നിടത്ത് ഇരിക്കാൻ പറ്റൂ എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പൊ കർത്താവിനെ സേവിക്കുന്ന വ്യക്തി അവസാനം എത്തുന്നത് കർത്താവ് ഇരിക്കുന്നിടത്താണ്. കർത്താവ് വിളിച്ചിരിക്കുന്ന വിളി തൻ്റെ കൂടെ നമ്മളെ ഇരുത്തുമെന്ന്. അതാ വെളിപാട് പുസ്തകം 3:21 പറയുന്നത്, ഞാൻ ജയിച്ച് പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നത് പോലെ ജയിക്കുന്നവൻ എന്നോട് കൂടെ ഞാൻ ഇരിക്കുന്നിടത്തിരിക്കും. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ലക്ഷ്യം അതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വഴിയും അതായിരിക്കണം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ പിന്നാലെ വരണം, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. Those who serve me, they must follow me and they will be where I will be sitting. ഹല്ലേലൂയ. നമ്മൾ വളരെ വ്യക്തമായിട്ട് ചിന്തിക്കണമേ സഹോദരങ്ങളെ. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. മൂന്നാമത് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദി കോസ്റ്റ് ഓഫ് കോംപ്രമൈസ്. ഈ വിട്ടുവീഴ്ച നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ അതിന് നമ്മൾ കൊടുക്കേണ്ട വില എന്താണെന്നുള്ളത് മറക്കരുത്. നമ്മുടെ ഈ ഓരോ ദിവസവും ജീവിച്ച് പോകുമ്പോൾ ഇതിന് ഒരു നാളിലൊരു വില കൊടുക്കണമെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. എന്താണ്, വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ദി കോംപ്രമൈസ്? കർത്താവ് പറഞ്ഞു മത്തായിയുടെ സുവിശേഷം 6:24. ഇപ്പൊ പലതവണയായിട്ട് ഈ മെസ്സേജ് ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ എഴുതിയിരിക്കുന്നു, 2 യജമാനന്മാരെ സേവിപ്പാൻ ഒരു വൃദ്ധ്യനും കഴിയത്തില്ല. അഥവാ നമ്മൾ ആരെങ്കിലും പറയാന്ന് വെച്ചോ, എനിക്കതിന് കഴിയും, ഞാൻ ഇത്രയും നാൾ അത് ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ ഈ ലോകത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതേ സമയത്ത് ഞാൻ യേശുവിനെ സേവിക്കുന്നുണ്ട്. അതിനൊരു കോംപ്രമൈസ്, ദാറ്റ് ഇസ് എ കോംപ്രമൈസ് ലൈഫ്. അതിന് കൊടുക്കേണ്ട വില ഭയങ്കരമാണ്. കാരണം എന്നാന്നറിയാമോ, when you live for both you will have no peace in your heart. അത് നമ്മുടെ പലരുടെയും ജീവിതത്തിൽ അറിയാം. when you live for both you lose your peace. നമ്മുടെ ഹൃദയത്തിനകത്ത് സ്വസ്ഥത കാണത്തില്ല. ഇങ്ങനെ ജീവിക്കുന്ന ഈ ലൈഫ് സ്റ്റൈൽ പിന്തുടരുന്നത്, എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഈ ലൈഫ് സ്റ്റൈൽ പിന്തുടരുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു കൺഫസ് ദിസ് വൺ ഫാക്ട്. ഈ കാര്യം സമ്മതിച്ചേ പറ്റൂ. നിന്റെ ഹൃദയത്തിനകത്തൊരു സ്വസ്ഥതയുമില്ല, വീട്ടിൽ സ്വസ്ഥതയില്ല, ജോലി സ്ഥലത്ത് സ്വസ്ഥതയില്ല, എപ്പോഴും പാടാദുരിതം പറഞ്ഞ് നടക്കും, എപ്പോഴും കംപ്ലൈന്റ് മാത്രമേ ഉള്ളൂ, എപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കത്തേ ഉള്ളൂ, എപ്പോഴും വഴക്കാണ്, ബഹളമാണ്, എപ്പോഴും യെല്ലിംഗ് ആണ്, എപ്പോഴും ഷൗട്ടിംഗ് ആണ്, എപ്പോഴും പരാതികളാണ്. ശരിയാണോ? ഇങ്ങനത്തെ ദൈവമക്കളെന്ന് പറയുന്നവരുണ്ടോ നമ്മുടെ ചുറ്റുപാട്? സഭയ്ക്കകത്തുണ്ട് ധാരാളം. കാരണം എന്നറിയാമോ? ഈ പറഞ്ഞതിലോട്ട് കോംപ്രമൈസ്ഡ് ലൈഫ്. ഒരു സമയത്ത് രണ്ടുപേരെ സേവിക്കുക. ലോകത്തിന് വേണ്ടിയും ജീവിക്കുന്നു, ദൈവത്തിൻ്റെതാണെന്നും പറയുന്നു. യു ലൂസ് യുവർ പീസ്. ഇന്ന് തീരുമാനമെടുക്കുക. കർത്താവിൻ്റെതാണെങ്കിൽ കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്ത് നിന്റെ ഹൃദയത്തിൽ സ്വസ്ഥത കടന്നു വരും. കർത്താവ് നിന്റെ കൂടെ നിൽക്കും. മുമ്പേ പറഞ്ഞതിൻ്റെ കൂട്ട് ലോക സ്നേഹിയായി നമ്മൾ മാറിയാൽ പിതാവിൻ്റെ സ്നേഹം നമുക്ക് നഷ്ടപ്പെടും. പിതാവ് നമ്മോട് കൂടെ നിൽക്കത്തില്ല, തൻ്റെ ആത്മാവ് നമ്മോട് കൂടെ നിൽക്കത്തില്ല. നമ്മളെ കംഫർട്ട് ചെയ്യുന്ന, നമ്മളെ സാന്ത്വനപ്പെടുത്തുന്ന, ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കത്തില്ല. നമ്മുടെ ആഗ്രഹം മുഴുവനും ഈ ലോകത്തോടായിരിക്കും. നമ്മൾ മറന്നു പോകരുത്. കാരണം നമ്മുടെ ഹൃദയം ഡിവൈഡഡ് ആയി പോകും. എ ഡിവൈഡഡ് ഹാർട്ട് കനോട്ട് സ്റ്റാൻഡ്. രണ്ടായിട്ട് മുറിഞ്ഞു പോയിരിക്കുന്ന, രണ്ട് വശത്തേക്ക് മാറിപ്പോകുന്ന ഹൃദയത്തിന് ഒരിക്കലും ഒന്നിച്ച് ഏകാഗ്രതയോടെ നിൽക്കാൻ പറ്റത്തില്ല. മുമ്പേ കേട്ടതുപോലെ, ജെയിംസ് 1:8 കേട്ടതുപോലെ, ഈ ഇരുമനസ്സുള്ള മനുഷ്യനെന്ന് പറഞ്ഞാൽ ഒന്നിലും സ്ഥിരമുള്ള ആളല്ല. നമ്മൾ ഒരിക്കലും അങ്ങനെ ആവരുത്. നമ്മുടെ ഹൃദയം ഡിവൈഡഡ് ആകുവാൻ കോണം ഇവിടെയാകരുത്. നമ്മുടെ ലക്ഷ്യം ഒന്ന് മാത്രമായിരിക്കണം. നമ്മളറിയാമോ, നമുക്ക് 2 കണ്ണുണ്ടെങ്കിലും നോട്ടം ഒരിടത്തോടായിരിക്കും, അല്ലേ? ഈ 2 കണ്ണെന്താ രണ്ടിടത്തോട്ട് നോക്കാത്തത്? കാരണം ദൈവം അങ്ങനെയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്, അല്ലേ? ഈ 2 കാലെന്താ രണ്ടിടത്തോട്ട് നടക്കാത്തത്? ഒരിടത്തോട്ടല്ലേ നടക്കത്തുള്ളൂ. കാരണം ദൈവം അങ്ങനെയാണ് നമ്മളെ സൃഷ്ടിച്ചത്. നമ്മുടെ ഹൃദയവും അങ്ങനെ ആയിരിക്കണം സഹോദരങ്ങളെ. ഹൃദയം ഒരിടത്തോട്ടായിരിക്കണം. കൈകൾ ഉയർത്തി ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ലോകത്തെ ആരാധിക്കുന്ന ഹൃദയമായി മാറും. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ എ പേഴ്സൺ ടു ലിഫ്റ്റ് അപ്പ് ഹിസ് ഹാൻഡ്സ് ആൻഡ് പ്രൈസ് ദ ലോർഡ് അറ്റ് ദ സെയിം ടൈം ഹിസ് ഹാർട്ട് വർഷിപ്പിംഗ് ദ വേൾഡ്. നമ്മൾ ചിന്തിക്കരുത്. ഹല്ലേലൂയ. ലോകവും നമ്മുടെ ചിന്തകളും ലോകത്തിന് വേണ്ടി, ഹൃദയവും നമ്മുടെ ചിന്തകളും ലോകത്തിന് വേണ്ടി കടക്കുമ്പോൾ ആരെയോ കാണിക്കാൻ, ആരെയോ ബോധിപ്പിക്കാൻ, അല്ലെങ്കിൽ സ്വയ സമാധാനത്തിന് വേണ്ടി നമ്മൾ കൈ ഉയർത്തി കർത്താവിനോട് പാട്ട് പാടിയിട്ട് എന്ത് പ്രയോജനം? ഹൃദയത്തിനകത്ത് സ്വസ്ഥതയില്ല, കുടുംബത്തിൽ സ്വസ്ഥതയില്ലാതെ വരും. ഇതാണ്, ദിസ് ഈസ് എ കോംപ്രമൈസ്. ഇങ്ങനെ കോംപ്രമൈസ് ലൈഫ് ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ കിട്ടാതെ വരും. ഹല്ലേലൂയ. വേൾഡ് pulls us in one way, Christ calls us in another way, and in the tug of war your soul suffers. ലോകം നമ്മളെ ഒരു വഴിയിലേക്ക് വിളിക്കും, കർത്താവിന്റെ വിളി മറ്റൊരു വഴിയിലേക്കാ.
ഇങ്ങനെ ഈ ടഗ് ഓഫ് വാറിൽ, ഈ വടംവലിയുടെ മധ്യത്തിൽ എന്ത് പറ്റുമെന്നറിയാമോ? അവർ സോൾ വിൽ സഫർ. ഹല്ലേലൂയ. ഒന്ന് ഓർത്ത് നോക്കി, അതല്ലേ സംഭവിക്കുന്നത്? ഈ ലോകത്തിൽ പലതും കണ്ട് നമ്മൾ അതിന്റെ പിന്നാലെ പോകുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും, മോനെ, നിന്നെ ഇതിനു വേണ്ടി വിളിച്ചതല്ല, മോളെ, നിന്നെ വിളിച്ചിരിക്കുന്ന വിളി വേറെയാ, നീ ഒരു ദൈവ പൈതലാണ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മളങ്ങ് സാഡാകുക, അല്ലേ? ഓ, എനിക്ക് അതിനൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ, എൻ്റെ കൂട്ടുകാർ പോകുന്ന ഒന്നിനും പോകാൻ പറ്റത്തില്ലല്ലോ, കൂട്ടുകാർ എൻജോയ് ചെയ്യുന്ന എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അവരുടെ വഴികളിൽ പോകാൻ പറ്റുന്നില്ലോ, അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ഇതിന്റെ മധ്യത്തിൽ സഫർ ചെയ്യുന്നത് നമ്മുടെ സോളാണ്, നമ്മുടെ ആത്മാവ് സഫർ ചെയ്യും. നമ്മുടെ സമാധാനം നഷ്ടപ്പെടും, സ്വസ്ഥത നഷ്ടപ്പെടും, സന്തോഷം നഷ്ടപ്പെടും. തീമോത്തിയുടെ ലേഖനത്തിൽ 1 തീമോത്തി 6-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദ്രവ്യാഗ്രഹം സകലവിധത്തെ ദോഷത്തിനും മൂലമല്ലോ, ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടകന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. ദ്രവ്യാഗ്രഹത്തെ, ഗ്രീഡ് ഓർ ദി കവറ്റസ്നെസ്, ദ്രവ്യത്തോടുള്ള ആഗ്രഹം, ധനത്തോടുള്ള ആഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമല്ലോ എന്ന്. മൂലകാരണം ഇത് ചിലർ ആഗ്രഹിച്ചിട്ട് അവരുടെ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോയി, കോംപ്രമൈസ് ചെയ്തു. കുറച്ചുകൂടെ പണം നേടുന്നതിന് വേണ്ടി, ചില ഉന്നത സ്ഥാനങ്ങൾ നേടുന്നതിന് വേണ്ടി, ഒരു പ്രൊമോഷൻ കിട്ടുന്നതിന് വേണ്ടി, ചില അംഗീകാരം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നത് ദൈവത്തിന്റെ വചനമായിരിക്കും, ദൈവം വിളിച്ചിരിക്കുന്ന വിളിയാ. അങ്ങനെ അവർ വിശ്വാസത്തിൽ നിന്ന് വീണു പോകുന്നു എന്നാണ് തീമോത്തിയുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, കാലം വെച്ച് നോക്കിയാൽ എത്രയോ മുന്നമേ ആകേണ്ട നമ്മൾ പലരും ഇപ്പോഴും പിന്നമേ കിടക്കുന്നതിന്റെ കാരണം എന്നറിയാമോ? ഇങ്ങനെ കോംപ്രമൈസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വളരാൻ കഴിയുന്നില്ല. നമ്മൾ മുരടിച്ചു പോകുകയാണ്. അങ്ങനെ ഒരു നാളിൽ ഈ ലോകം വിട്ട് നമ്മൾ പോകും, ഒന്നുമില്ലാത്ത വ്യക്തിയായി. ഈ ലോകം വിട്ടു പോകുമ്പോൾ നമ്മുടെ കൈകൾ എംപ്റ്റി ആയിരിക്കും. സ്വർഗത്തിലേക്ക് ഒരു നിക്ഷേപവും നമ്മുടെ കയ്യിൽ ഉണ്ടാവത്തില്ല. നമ്മളൊരു ബഗറിനെ പോലെ, ഒരു യാചകനെ പോലെ ഈ ഭൂമി വിട്ടു പോകേണ്ടി വരും നിത്യതയിലേക്ക്. അത് സ്വർഗത്തിലെ എനിക്കറിയില്ല അവിടെ എത്തുമോ എന്നുള്ളത്. അഥവാ എത്തിയാൽ തന്നെയും കയ്യിൽ ഒന്നുമില്ലാതെ 80-90 വയസ്സ് ഈ ഭൂമിയിൽ ജീവിച്ചു. എല്ലാ റിസോഴ്സസും നമുക്കുണ്ടായിരുന്നു, ആരോഗ്യമുണ്ടായിരുന്നു, ചോദിച്ചതൊക്കെ ദൈവം തന്നു. പക്ഷെ അതൊക്കെയും നമ്മൾ നമുക്ക് വേണ്ടി ചെലവിട്ട്, നമ്മുടെ സുഖങ്ങൾക്ക് വേണ്ടി ദൈവത്തെ അറിയാത്തൊരു വ്യക്തിയെ പോലെ ജീവിച്ചു, ദൈവനാമം എടുത്ത് ദുഷിപ്പിച്ചു. അവസാനം ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയായി, നിത്യതയിൽ വിലയുള്ളത് ഒന്നും നമ്മുടെ കയ്യിൽ നേടുവാൻ കഴിയാതെ ഒരായുസ് മുഴുവനും നശിപ്പിച്ച് ഈ ഭൂമി വിട്ടുപോകുന്ന ഒരു ജന്മമായി നമ്മൾ മാറും. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കരുത്. Hallelujah. There is a price you and I have to pay for compromising with the truth. ദൈവത്തിന്റെ ട്രൂത്ത്, ദൈവത്തിന്റെ സത്യത്തോട് കോംപ്രമൈസ് ചെയ്ത് വിട്ടുവീഴ്ച കാണിച്ച് നമ്മൾ ജീവിച്ചാൽ ഒരു നാളിൽ നമ്മൾ വലിയൊരു വില ദൈവസന്നിധി കൊടുക്കേണ്ടി വരും. എങ്ങനെ അത് ചേരാൻ പറ്റുന്നത്? ലോകം പറയുന്നത് ഗെറ്റ് മോർ. ലോകം പറയുന്നു നീ കുറച്ചുകൂടെ നേടുന്ന ലോകം പറയുന്നു. പക്ഷെ ദൈവം പറയുന്നു നീ കൊടുക്കെന്ന്. രണ്ടും ഓപ്പോസിറ്റ് അല്ലേ? ലോകം പറയുന്നു നീ പ്രതികാരം ചെയ്, നിന്നോട് അങ്ങനെ ചെയ്തെങ്കിൽ നീയും അങ്ങനെ ചെയ്യുന്നു. പക്ഷെ കർത്താവ് പറയുന്നു നീ ക്ഷമിക്കുന്ന. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ലോകം പറയുന്നു ഗ്രാബ്. കർത്താവ് പറയുന്നു റിലീസ് അല്ലേ? ലോകം പറയുന്നു കേസ്, അവൻ യോഗ്യനല്ല, നിന്റെതെല്ലാം പിടിച്ചു വാങ്ങിച്ചയാളാ, നിന്റെ ശത്രുവ, ആ വ്യക്തിക്ക് ദാശങ്ങൾ വരട്ടെ, എന്തെങ്കിലുമൊക്കെ ചെയ്യ, അവൻ നശിച്ചു പോകട്ടെ. പക്ഷെ കർത്താവ് പറയുന്നു ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇത് രണ്ടും രണ്ട് വഴിയാ സഹോദരങ്ങളെ. നമുക്ക് എങ്ങനെ ഇത് ഒന്നിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും? എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നെങ്കിൽ 2 മുഖം നമ്മൾ ധരിക്കുക. സഭയ്ക്കുള്ളിൽ ഒരു മുഖവും സഭയ്ക്ക് വെളിയിൽ വേറൊരു മുഖവും. മുമ്പേ പറഞ്ഞതുകൊണ്ട്, ഏലിയാവ് പറഞ്ഞതുപോലെ 2 തോണിയിൽ നമ്മൾ കാലുവെക്കുക. വലിയ അപകടം. അത് തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരിക. നിത്യതയെ നിങ്ങൾ വിലയുള്ളതായി കാണുന്നെങ്കിൽ, നിത്യമായ ഒരു നരകമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, ഭയപ്പെടുന്നെങ്കിൽ, ദൈവം തന്നിരിക്കുന്ന സമയം ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുക, ദൈവിക കൃപയിൽ ആശ്രയിക്കുക, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരിക. കഴിഞ്ഞ നാളിൽ വന്നുപോയ പാളിച്ചകളെ ഓർത്ത് മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ നിലവിളിക്കുക. നഷ്ടപ്പെട്ടു പോയ സമയത്തെ ഓർത്ത് കർത്താവിന്റെ സന്നിധിയിൽ പശ്ചാത്തപിക്കുക. ദൈവം അധികം കൃപ തന്ന് നമ്മളെ വിടുവിക്കും. ദൈവം സഹായിക്കും നമ്മളെ. കഴിഞ്ഞ നാളുകളിൽ വന്നുപോയ കുറവുകൾ ദൈവം നമുക്ക് കണക്കെടുത്തില്ല, നമുക്ക് വീണ്ടും അവിടുന്ന് അവസരം തരും. നമ്മൾ ദൈവസന്നിധിയിലേക്ക് മടങ്ങി പോയ ഒരു പുതിയ തീരുമാനത്തോടെ. ഹല്ലേലൂയ. അവസാനത്തെ പോയിന്റ് പറഞ്ഞ് 5 മിനിറ്റിനുള്ളിൽ ദൈവവചനം നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവസാനത്തെ പോയിന്റ്, ദ ബ്ലെസ്സിങ് ഓഫ് ചൂസിങ് ദ ലോർഡ്. നാം ദൈവത്തെ സ്വീകരിക്കുന്നുവെങ്കിൽ ഈ 2 തോണിയിൽ നിന്ന് മാറിയിട്ട് കർത്താവിന്റെ പക്ഷത്ത് മാത്രമാണ് നമ്മൾ വരുന്നതെങ്കിൽ എന്താണ് ബ്ലെസ്സിങ്? എന്താണ് നമ്മുടെ ജീവിതത്തിലുള്ള അനുഗ്രഹം?
സങ്കീർത്തനങ്ങൾ 16:11 പറയുന്നു, ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തു ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നാൽ നാളെ നിന്റെ ജീവിതത്തിൽ എന്താകുമെന്ന് ഓർത്ത് നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. മുന്നോട്ട് എങ്ങനെ നടക്കുമെന്ന് ഓർത്ത് നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. Thou shalt show me the path of life. In thy presence is fullness of joy, and at the right hand there are the pleasures evermore. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. ജീവന്റെ വഴി ഞാൻ അന്വേഷിച്ച് നടക്കണ്ട. കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്ത ഹൃദയത്തോടെ സമ്പൂർണ്ണമായി എന്നെ സമർപ്പിക്കുകയാണെങ്കിൽ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ജീവന്റെ വഴിയിലൂടെ എന്നെ നടത്തും. നാളെ നമ്മുടെ ജീവിതം ഓർത്ത് ലജ്ജിക്കേണ്ടതായിട്ട് വരത്തില്ല. കർത്താവ് വഴി നടത്തും. He will take care of us. It is his guarantee. നമ്മുടെ കരം പിടിച്ച് കർത്താവ് മുന്നോട്ട് നടത്തും. അത് മാത്രമല്ല, അവിടുത്തെ സന്നിധിയിൽ സന്തോഷമുണ്ട്. ധനം നമുക്ക് കുറവുണ്ടാകാം, മാനം കുറവുണ്ടാകാം, പേരും പെരുമയും ഇല്ലാതായിരിക്കാം, ലോകം നമ്മളെ അംഗീകരിച്ചില്ലാതിരിക്കാം. പക്ഷേ ലോകത്തിലെ ഏതൊരു കുബേരനേക്കാളും രാജാവിനേക്കാളും സ്വസ്ഥതയും സമാധാനവും സന്തോഷവും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കർത്താവ് തരും. അത് അവിടുത്തെ വാഗ്ദത്തമാണ്. കർത്താവിനെ പിൻപറ്റുന്നവർക്കുള്ള വാഗ്ദത്തം. ഹല്ലേലൂയ. അവസാനത്തെ വാക്യം പറഞ്ഞ് നിർത്താൻ ആഗ്രഹിക്കുക. മത്തായിയുടെ സുവിശേഷം 6-33 വാക്യത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുന്നുണ്ട്, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും ചേർക്കപ്പെടും. അതിന് മുമ്പുള്ള വാക്യങ്ങൾ 31 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കുമെന്ന് ഓർത്ത് അനേകർ വ്യാകുലപ്പെടുകയാണ്. കർത്താവ് പറയുന്നു, നിങ്ങൾ അങ്ങനെ ആവരുത്. അത് ജാതികൾ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയാത്ത ജനത്തിന്റെ ചിന്തയാണ്, ഞാൻ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കുമെന്നുള്ള ചിന്തയും ഭാരവും അവരുടേതാണ്. എന്നാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ എന്തെന്ന് അറിയുന്നു. എന്നിട്ടാ പറഞ്ഞത്, മുമ്പേ അവന്റെ രാജ്യവും നീതിയും നിങ്ങൾ അന്വേഷിക്കുക, ഇതൊക്കെയും അതോടുകൂടെ കർത്താവ് ചേർത്ത് തരും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എത്ര ശ്രേഷ്ഠമേറിയ വാഗ്ദത്തമാ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ജനത്തിന് കർത്താവ് കൊടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. ഇതിൽ കൂടുതൽ നമുക്ക് എന്താ വേണം? അനേകർ ഈ ലോകത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുമ്പോൾ കർത്താവ് പറയുന്നത് എന്താണെന്നറിയാമോ? തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നുവെന്ന്. അല്ലേ? സങ്കീർത്തനക്കാരൻ പാടുന്നത് അങ്ങനെ. പ്രൈസ് ഗോഡ്. യഹോവ വീട് പണിയാതെ ഇരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതെ ഇരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അവന് തുറക്കത്തിൽ കൊടുക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇത്ര ശ്രേഷ്ഠമേറിയ വാഗ്ദത്തങ്ങളാണ് കർത്താവ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ കോംപ്രമൈസ്ഡ് ലൈഫ് നമുക്ക് വിടാം. ഒന്നുകിൽ ഒരു പക്ഷത്ത്, ഏതെങ്കിലും ഒരു പക്ഷത്ത് നിൽക്ക്. ലോകക്കാരനായി ജീവിക്കുവാനാണ് ആഗ്രഹമെങ്കിൽ ലോകക്കാരനായി ജീവിച്ച് ലോകക്കാർ പോകുന്നിടത്തേക്ക് നീ എത്താം. അതല്ല, കർത്താവിന് വേണ്ടി ജീവിച്ച് നിത്യതയിൽ ഹല്ലേലൂയ കർത്താവിനോട് വസിക്കുവാനാണ് നിന്റെ ആഗ്രഹമെങ്കിൽ ഹല്ലേലൂയ കർത്താവിനോട് കൂടെ നിൽക്കുക. കർത്താവ് തീർച്ചയായിട്ടും താൻ വാഗ്ദത്തം ചെയ്തെടുത്ത് നമ്മളെ എത്തിക്കുക തന്നെ ചെയ്യും. ഇവിടെ പറഞ്ഞതുപോലെ ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയും നിന്റെ വലത്തു ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. നമുക്ക് സന്തോഷം അനുഭവിച്ച് ഈ ഭൂമിയിൽ നിന്ന് പോകുവാനായിട്ട് ആഗ്രഹിക്കും. കഴിയും. ഏലിയാവ് പറഞ്ഞതുപോലെ, നിങ്ങൾ എത്രത്തോളം ഇരുതോണിയിൽ കാല് വയ്ക്കും. നമുക്കിനി എത്രത്തോളം ഇരുതോണിയിൽ കാല് വെച്ച് ജീവിക്കുവാനായിട്ട് അപകടമാണ് നമ്മുടെ മുമ്പിൽ. അതുകൊണ്ട് നമ്മുടെ കാലിനെ പിൻവലിച്ച് കർത്താവിൻ്റെ പക്ഷത്ത് നിൽക്കുന്നുള്ളവരാർത്ഥിക്കാം. മുന്നോട്ടുള്ള കാര്യങ്ങളെ വ്യക്തമായ കാഴ്ചപ്പാടുകളോട് ദൈവവചനപ്രകാരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നടത്തുന്ന ഗൈഡൻസ് ദൈവസഭയോട് ചേർന്ന് ഒരേ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യാം. വേണ്ടാത്ത ബന്ധങ്ങളൊക്കെ കളയാം, വേണ്ടാത്ത വഴികൾ കളയാം. ദൈവവചനത്തിന്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ പുൾ ബാക്ക് ചെയ്യാം. അതിനകത്തു നിന്നൊക്കെ കാലുകൾ പിൻവലിക്കുക. കർത്താവിന്റെ വചനത്തിന് വേണ്ടി നിൽക്കുക, പ്രമാണങ്ങൾക്ക് വേണ്ടി നിൽക്കുക. കർത്താവ് തീർച്ചയായിട്ടും നമ്മളെ അനുഗ്രഹിക്കും. ഈ വചനത്താൽ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. തന്ന തിരുവചനത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ഹൃദയങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടണമേ. ദൈവകൃപ ഞങ്ങളുടെ മേൽ പകർന്ന് ഞങ്ങളുടെ ആത്മാവിന്റെ ശക്തിയാൽ വ്യക്തമായ തീരുമാനത്തോടെ ലക്ഷ്യത്തോടെ അങ്ങയുടെ ശബ്ദം കേട്ടനുസരിച്ച് ഞങ്ങളുടെ ശുശ്രൂഷകരായി ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിച്ചിട്ട്. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ.